നമസ്കാരം. നിലമ്പൂർ ഗ്രൗണ്ട് സീറോയിൽ നിന്നാണ് ഇന്ന് സൂപ്പർ പ്രൈം ടൈം. കോരിച്ചൊരിയുന്ന മഴയാണെന്ന്. പക്ഷേ ഈ മഴയെ ഒന്നും വകവയ്ക്കാതെ രാഷ്ട്രീയ ഉഷ്ണമാപിനി തിളയ്ക്കുന്നതാണ് ഇന്ന് രാവിലെ മുതൽ നിലമ്പൂരിൽ കണ്ടത്. നിലമ്പൂരിലെ വിജയ് ആരാകും എന്നറിയാൻ നമ്മൾ ജൂൺ മാസം 23-ാം തീയതി വരെ കാത്തിരിക്കണം. പക്ഷേ പരാജിതൻ ആര് എന്ന് രണ്ടാം ദിവസം വ്യക്തമായിരിക്കുന്നു. അത് മറ്റാരുമല്ല, മുൻ MLA രാജിവെച്ച MLA PV അൻവറാണ്. PV അൻവർ മുന്നോട്ട് വെച്ച നിർദ്ദേശം, സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച നിർദ്ദേശം കോൺഗ്രസ് പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല, ആ കാര്യത്തിലൊരു ചർച്ച നടത്തി ഒരു സമവായം ഉണ്ടാക്കാൻ പോലും കോൺഗ്രസ് മെനക്കെട്ടില്ല. ആ സമ്മർദ്ദത്തെ നിഷ്കരുണം തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഇന്നലെ PV അൻവർ പറഞ്ഞത് ഏത് ചെകുത്താനെ UDF സ്ഥാനാർത്ഥിയാക്കി നിർത്തിയാലും എന്റെ പിന്തുണ ഉണ്ടാകും എന്നുള്ളതാണ്. അതിന് മാറ്റം വരുന്നത് ഇന്ന് രാവിലെ 7 മണിക്ക് മാതൃഭൂമി ന്യൂസ് സംഘം PV അൻവറിന്റെ ഒതായിലെ വീട്ടിലെത്തി അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ ആ ടോൺ ആകപ്പാടെ മാറുന്നു. അദ്ദേഹം പറയുന്ന ഒരു ക്രിസ്ത്യാനി സ്ഥാനാർത്ഥിയായിട്ട് വേണം, മുസ്ലിം ക്രിസ്ത്യൻ റിഫ്റ്റ് നിലനിൽക്കുന്നു, അതിനെ പരിഹരിക്കണം. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ UDF-ന്റേതായി ക്രിസ്ത്യൻ പ്രതിനിധികളില്ല, സഭയ്ക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. തുടർന്ന് അദ്ദേഹം വനം വന്യജീവി വിഷയം പറയുന്നു. അപ്പോൾ ആര്യാടൻ ആണ് സ്ഥാനാർത്ഥിയെങ്കിൽ പിന്തുണ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് കാത്തിരുന്ന് കാണാം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ മറുപടി. തുടർന്ന് അങ്ങോട്ടുള്ള മണിക്കൂറുകളിൽ അദ്ദേഹത്തിന്റെ ടോൺ കൂടുതൽ കടുപ്പപ്പെട്ടു വന്നു. ആര്യാടനാണെങ്കിൽ ഞാൻ മത്സരിക്കുമെന്ന ശാഠ്യത്തിലേക്ക് അദ്ദേഹം വന്നു. അപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചത് കോൺഗ്രസ് ആ സമ്മർദ്ദത്തെ അക്കോമഡേറ്റ് ചെയ്യും, അൻവറുമായിട്ടൊരു സമവായ ചർച്ച നടത്തും, അങ്ങനെ ഏതെങ്കിലും ഒരു സമവായ ഫോർമുല ഉരുത്തിരിയും. ഒരുപക്ഷെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം 2-3 ദിവസം നീണ്ടുപോയേക്കാം എന്നൊക്കെ ആയിരുന്നുവെങ്കിൽ അങ്ങനെ അല്ല സംഭവിച്ചത്. കോൺഗ്രസ് നിശ്ചയിച്ചതുപോലെ തന്നെ അവരുടെ യോഗം എറണാകുളത്ത് നടന്നു. ഒറ്റ പേര് ആര്യാടൻ ഷൗക്കത്തിന്റേത്. അത് ഡൽഹിക്ക് പോയി. വൈകുന്നേരം 6 മണിയാകുമ്പോഴേക്ക് അതിൽ സംഘടനാ ജനറൽ സെക്രട്ടറി തുല്യം ജാർത്തി ഔദ്യോഗിക പ്രസ് റിലീസായി പ്രഖ്യാപിക്കപ്പെട്ടു. അതായത് അൻവറിന്റെ സമ്മർദ്ദത്തിന് കോൺഗ്രസ് വഴങ്ങിയില്ല. അതിലിപ്പോൾ അദ്ദേഹം വടപ്പുറപ്പാട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആര്യാടൻ ഷൗക്കത്തിനെ അംഗീകരിക്കില്ല എന്ന യുദ്ധപ്രഖ്യാപനം PV അൻവറിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അങ്ങനെ നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് അപ്രതീക്ഷിതമായ ട്വിസ്റ്റിലേക്ക് വന്ന ഈ രാത്രിയിൽ എന്നോടൊപ്പം ശ്രീ KS അരുൺകുമാർ CPM, ശ്രീ റിജിൽ മാക്കുറ്റി കോൺഗ്രസ്, ശ്രീ ഷാജി R നായർ BJP, ശ്രീ A സജീവൻ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്നിവർ. ആദ്യം ശ്രീ റിജിൽ മാക്കുറ്റി, ഇത് LDF-ന്റെ സിറ്റിംഗ് സീറ്റാണ്. UDF-ന് വലിയ കോൺഫിഡൻസ് നൽകിയത് ഞാൻ പിണറായി സത്തെ പരാജയപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ച PV അൻവറിന്റെ നിലപാടാണ്. ഇതാ ഇപ്പോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച 2ാമത്തെ ദിവസം UDF സ്ഥാനാർത്ഥിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് PV അൻവർ. പാണി പാളുമോ? ശ്രീ അഭിലാഷേ, ഈ തെരഞ്ഞെടുപ്പ് പിണറായി സത്തിനെതിരെയുള്ള വലിയ പോരാട്ടമാണ്. ആ പോരാട്ടം നയിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയാണ്. ആ പോരാട്ടത്തിന് ഞങ്ങൾക്ക് ആത്മവിശ്വാസം നൽകിയത് തൃക്കാക്കരയിലും അതോടൊപ്പം തന്നെ പുതുപ്പള്ളിയിലും ഏറ്റവും ഒടുവിൽ പാലക്കാട് CJP മുന്നണി ഉൾപ്പെടെയുള്ള മുന്നണിയെ പരാജയപ്പെടുത്തി നേടിയ ഉജ്ജ്വലമായ വിജയമാണ്. ആ വിജയത്തിൻ്റെ കരുത്തിലാണ് ഞങ്ങൾ നിലമ്പൂർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. തീർച്ചയായിട്ടും ആ നിലമ്പൂർ ഇടതുപക്ഷത്തിൻ്റെ കൈകളിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു പിടിക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ അതിശക്തനായ സ്ഥാനാർത്ഥി ശ്രീ ആര്യാടൻ ഷൗക്കത്ത് അവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഗ്രൗണ്ട് ഞങ്ങൾ ഒരുങ്ങിയിരിക്കുന്നു. അതിൻ്റെമായി ബന്ധപ്പെട്ട എല്ലാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങളും ഈ മാസങ്ങളിലൊക്കെ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. വോട്ട് ചേർക്കലും അതോടൊപ്പം തന്നെ ബൂത്ത് മണ്ഡലം കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു കുത്തക മണ്ഡലമായിരുന്നു. ആര്യാടൻ 3.5 പതിറ്റാണ്ട് ഈ മണ്ഡലം MLA ആയിരുന്നതാണ്. പക്ഷേ ആ മുന്നോട്ട് പോക്കിന് ഒരു തടയിട്ടത് PV അൻവറാണ്. 2 തവണ തുടർച്ചയായി ആര്യാടൻ ഷൗക്കത്തിനെയും VV പ്രകാശിനെയും പരാജയപ്പെടുത്തി അദ്ദേഹം നിയമസഭയിലേക്ക് പോയി. അപ്പോൾ സ്വന്തം നിലയ്ക്ക് വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന UDF-ന്റെ കുത്തക മണ്ഡലം പിടിച്ചെടുക്കാൻ ശേഷിയുള്ള ആളായിരുന്നു അൻവർ. അപ്പോൾ അദ്ദേഹത്തിന് CPM-ന്റെ പിന്തുണയുണ്ടായിരുന്നു. ആ അൻവർ ഒരു തുറുപ്പ് ചീട്ടാണെന്ന് തെളിയിക്കപ്പെട്ട കാലഘട്ടമാണ് കടന്നുപോയത്. ഇപ്പൊ നിങ്ങൾക്കെതിരെ അൻവർ യുദ്ധപ്രഖ്യാപനം നടത്തുമ്പോൾ പിണറായി സത്തിനെതിരെയുള്ള വോട്ട് 2ആയിട്ട് പിളർന്നു പോവില്ലേ? ശ്രീ അഭിലാഷേ, നിലമ്പൂരിലെ ജനത ഇതൊക്കെ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയാണ് ശ്രീ ആര്യാടൻ ഷൗക്കത്ത്. അദ്ദേഹത്തെ വിജയിപ്പിക്കാനുള്ള പോരാട്ടങ്ങളുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനകത്ത് അനുകൂലികളും എതിരാളികളൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. ഇനി വരുന്ന രാഷ്ട്രീയ പോരാട്ടത്തിൽ നമുക്ക് കാണാം എന്താണ് ഞങ്ങൾ ആ ആത്മവിശ്വാസം, ഞങ്ങൾക്കുണ്ടായ ആത്മവിശ്വാസം ആ സ്ഥാനാർത്ഥിയോട് ഞങ്ങൾ മത്സരിച്ചാൽ ജയിക്കുമെന്നുള്ള ബോധ്യമാണ്. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ഇന്ന് ശ്രീ ആര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് ഐക്യജനാധിപത്യ മുന്നണി അദ്ദേഹത്തെ അംഗീകരിച്ച് മുമ്പോട്ട് വന്നത്. ഇനിയുള്ള പോരാട്ടം നിലമ്പൂർ അംഗത്തിൽ നമുക്ക് കാണാം. ആ അംഗം എല്ലാറ്റിനെയും പരാജയപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ഈ പിണറായി സത്തിന് ഐക്യജനാധിപത്യ മുന്നണി നിലമ്പൂരിന മണ്ണിൽ അതിനെ കുഴിച്ചു മൂടാൻ പോവാണ്. കേരളത്തിലെ ജനങ്ങളെ 9 വർഷക്കാലമായി എല്ലാ തരത്തിലും വെറുപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരിനെതിരെയുള്ള വലിയ രൂപത്തിലുള്ള കേരളത്തിന്റെ ജനങ്ങളുടെ പ്രതിഷേധം ഞങ്ങൾ തീർച്ചയായിട്ടും നിലമ്പൂർ ഉണ്ടാകും. കഴിഞ്ഞ പാലക്കാട് PV അൻവർ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമായിട്ടില്ല.
പക്ഷേ മത്സരിക്കുന്ന കാര്യം അൻവർ തള്ളിക്കളഞ്ഞിട്ടില്ല. അപ്പോ ഞാനാണ് പിണറായി സത്തിനെതിരെ പോരാട്ടം നടത്തിയത്, പിണറായി വിജയനെതിരെയുള്ള പോരാട്ടത്തിന്റെ മുഖം ഞാനാണ് എന്ന് പി വി അൻവർ നിലമ്പൂരിലെ അദ്ദേഹത്തിന്റെ ജനങ്ങളോട്, അതായത് അദ്ദേഹത്തെ MLA തെരഞ്ഞെടുത്ത ജനങ്ങളോട് സ്ഥാപിക്കുകയും അതുവഴി UDF-ന് കിട്ടുമായിരുന്ന വോട്ടുകൾ കൂടി പിടിക്കുകയും കാര്യങ്ങൾ വഷളാക്കുകയും ചെയ്യാം എന്നൊരു സെനാരിയോ കൂടിയുണ്ട്. ഒരു ത്രികോണ മത്സരം നടന്നാൽ താങ്കൾ ഈ പറയുന്ന ഭരണവിരുദ്ധ പിണറായി വിരുദ്ധ വോട്ടുകൾ ഒരു ഷെയർ പി വി അൻവർ പിടിക്കില്ലേ? ആ അപകടം കാലേക്കൂട്ടി ഒഴിവാക്കേണ്ടിയിരുന്നില്ലേ കോൺഗ്രസ്? ശ്രീ അഭിലാഷ്, ഏതാനും മാസങ്ങൾക്ക് മുമ്പാണല്ലോ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് പാർലമെന്റ് നടന്നത്. അവിടെ ശ്രീമതി പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടിയ ഭൂരിപക്ഷം എത്രയാ? ആ ഭൂരിപക്ഷം ഉൾപ്പെടെ നിങ്ങൾ പരിശോധിക്കണം. തീർച്ചയായും ഇടതുപക്ഷത്തിനെതിരെയുള്ള ജനങ്ങളുടെ വികാരമാണ് ആ ഒരു വലിയ ഭൂരിപക്ഷം. തീർച്ചയായിട്ടും ആ വികാരം ആ നാട്ടിലെ ജനങ്ങളുടെ മനസ്സിനകത്തുണ്ട്, കേരളത്തിലുണ്ട്. ആ കേരളത്തിലുള്ള ആ വികാരം നിലമ്പൂരിനകത്തുണ്ടാകും. അതുകൊണ്ട് ഞങ്ങൾക്കതിനകത്ത് ആശങ്കയില്ലെന്നേ. ഞങ്ങൾ അങ്ങനെ ആശങ്കക്ക് വകയില്ല. അങ്ങനെ ആരെയും ഭയപ്പെട്ടുകൊണ്ടൊന്നുമല്ല ഞങ്ങൾ തീരുമാനം എടുത്തിരിക്കുന്നു. പാർട്ടി തീരുമാനം എടുത്തിരിക്കുന്നു, മുന്നണി തീരുമാനം എടുത്തിരിക്കുന്നു. ആ സ്ഥാനാർത്ഥി വിജയിപ്പിക്കുക എന്നുള്ളതാണ്. ബാക്കിയൊക്കെ വരുന്നത് പോലെ കാണാം. തെരഞ്ഞെടുപ്പ് ഗോതയിൽ നമുക്ക് പോരാട്ടം ഇറങ്ങുമ്പോൾ കാണാം എന്തൊക്കെ വരാൻ പോകുന്നു. അതിനെയൊക്കെ ജീവിക്കാനുള്ള കരുത്ത് ഇന്ന് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് നിലമ്പൂരിലും കേരളത്തിലും ഉണ്ട് ശ്രീ അഭിലാഷ്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു ഭയമില്ല. നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര ഭയം? ഞങ്ങളെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് ഇത്ര ആശങ്ക? ഞങ്ങൾ കഴിഞ്ഞ പാലക്കാട് നിങ്ങൾ ഉൾപ്പെടെ പറഞ്ഞു, ഇതാ പാലക്കാട് മറിയാൻ പോകുന്നു, ഇതാ BJP ജയിക്കാൻ പോകുന്നു, മാധ്യമ പ്രചാരണം ഉൾപ്പെടെ ഉണ്ടായില്ലേ? എന്നിട്ട് 18,000-ൽ പരം വോട്ടിനല്ലേ രാഹുൽ മാങ്കൂട്ടൻ ജയിച്ചത്? നിങ്ങളൊക്കെ കണ്ണ് തള്ളിപ്പോയില്ലേ? അതിനേക്കാളും വലിയ കണ്ണ് തള്ളാൻ പോകാം നിലമ്പൂരിൽ. ഏതെല്ലാം തരത്തിലുള്ള കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചാലും ആ കൊടുങ്കാറ്റിനെ അതിജീവിക്കാനുള്ള കരുത്ത് ഞങ്ങൾക്ക് നിലമ്പൂരിലുണ്ട്, കേരളത്തിലുണ്ട്. നിങ്ങൾ കാത്തിരുന്ന് കണ്ടോളൂ. ശരി, അതാണ് കോൺഗ്രസിന്റെ ആത്മവിശ്വാസം. പാലക്കാട് BJP ജയിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ, മാതൃഭൂമിയും പറഞ്ഞിട്ടില്ല. ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും, എനിക്കറിയില്ല. ശ്രീ KS അരുൺകുമാർ, നോക്കൂ, ഇന്നലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു, അപ്രതീക്ഷിതമായിരുന്നു. ഇന്ന് കോൺഗ്രസിന് സ്ഥാനാർത്ഥിയായി. കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ചുമലിലേറ്റി പ്രവർത്തകർ ആവേശപൂർവ്വം നിലമ്പൂരിന്റെ തെരുവീഥികളിലൂടെ ഈ മഴയെ അതിജീവിച്ചും നടക്കുകയാണ്. ആരാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി? കോൺഗ്രസ് ആയില്ലേ, UDF ആയില്ലേ? പോൾ പൊസിഷനിൽ ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് ആദ്യം രംഗത്തിറങ്ങി ഇത് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പാണെന്ന് പ്രഖ്യാപിക്കാൻ അവർക്ക് കഴിഞ്ഞില്ലേ? ആദ്യം തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന പാർട്ടിയും മുന്നണിയാണ് ജയിക്കുന്നതെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ ഈ UDF ആയിരിക്കും ഭരിക്കുക. 2021 സാഹചര്യമൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള സംഘടനാ സംവിധാനമുണ്ട്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇന്നലെ പത്രസമ്മേളനം നടത്തി പറഞ്ഞു, എത്രയും പെട്ടെന്ന് തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി, ജില്ലാ കമ്മിറ്റി കൂടി, അതുപോലെ ഈ നിലമ്പൂരിലെ മണ്ഡലം കമ്മിറ്റിയുടെ അഭിപ്രായം തേടി ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ അണിനിരത്തും എന്ന് പറഞ്ഞു. ഞങ്ങളുടെ സംഘടനാ സംവിധാനം പൂർത്തീകരിച്ച ശേഷം മാത്രമേ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയൂ. ഇവർക്കിപ്പോൾ നേരെ ഹൈക്കമാൻഡിൽ അയച്ചാൽ അവിടെ നിന്ന് ഡിക്ലറേഷൻ വരും. ആയിക്കോട്ടെ, ഇപ്പം കണ്ണ് തള്ളുമെന്നൊക്കെയാണ് ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധിയുടെ വീരവാദം. ആയിക്കോട്ടെ, ഇത്തരത്തിൽ കുറേ വീരവാദങ്ങൾ നമ്മൾ കണ്ടതാണല്ലോ. ഇപ്പോഴും 91 സീറ്റ് LDF-നും അതുപോലെ 41 സീറ്റ് UDF-നും തന്നെയാണ്. ഇതിൻ്റെ ഇടയിൽ വീരവാദങ്ങൾ കുറേ വന്നെങ്കിലും ഉപതെരഞ്ഞെടുപ്പുകളുടെ റിസൾട്ട് വന്നെങ്കിലും രാഷ്ട്രീയ സമവാക്യത്തിലൊന്നും ഒരു മാറ്റവും വന്നില്ല. സീറ്റുകളുടെ എണ്ണത്തിലും ഒരു മാറ്റം വന്നിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങൾ. LDF സർക്കാരിന്റെ തുടർച്ചയായിട്ടുള്ള 9ാം കൊല്ലം, രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാമത് പറഞ്ഞത്. ഉപതെരഞ്ഞെടുപ്പ് നടന്ന വിവിധ സീറ്റുകൾ, അതില് ചേലക്കര ഒഴികെ ബാക്കി എല്ലാ സീറ്റുകളും UDF-ന്റെ സിറ്റിംഗ് സീറ്റുകളായിരുന്നു. അവരത് വർദ്ധിത ഭൂരിപക്ഷത്തിൽ, അത് പുതുപ്പള്ളി ആവട്ടെ, തൃക്കാക്കര ആവട്ടെ, പാലക്കാട് ആവട്ടെ ജയിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് സീറ്റിന്റെ എണ്ണത്തിൽ കുറവ് വരാത്തത്. പക്ഷേ നിലമ്പൂർ LDF-ന്റെ സിറ്റിംഗ് സീറ്റാണ്. LDF-ന്റെ സിറ്റിംഗ് സീറ്റിലാണ് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, പണ്ടൊക്കെ ഒരു 10 കൊല്ലം മുമ്പ് വരെ ആദ്യം ആരാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമായിരുന്നത്? കേരളത്തിൽ LDF ആയിരുന്നു. ഇപ്പൊ നോക്കൂ, ഈ സ്ഥാനാർത്ഥിയെ ചൊല്ലി ഉണ്ടാവുന്ന കൺഫ്യൂഷൻസ്. ഇപ്പൊ പാലക്കാട് ഉണ്ടായി, തൃക്കാക്കരയിൽ ഉണ്ടായി. ആദ്യം UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു, പിന്നെ LDF-ന്റെ സ്ഥാനാർത്ഥി ആര് എന്ന് മാധ്യമങ്ങൾ 3 ദിവസം സ്പെക്കുലേറ്റ് ചെയ്ത് 4ാമത്തെ ദിവസം ഒരു പേര് പ്രഖ്യാപിക്കുക. എന്തുകൊണ്ടാണ് അത്രയൊക്കെ കാലതാമസം വരുന്നത്? UDF-നെ സംബന്ധിച്ച് എളുപ്പത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിഞ്ഞു, LDF-നെ സംബന്ധിച്ച് എളുപ്പത്തിൽ ഒരു ഫൈറ്ററെ കണ്ടെത്താൻ പറ്റുന്നില്ല എന്നാണോ? അല്ല, ശ്രീ അഭിലാഷ് മോഹന് ഈ രണ്ട് സംഘടന, പ്രത്യേകിച്ച് CPM-ന്റെയും കോൺഗ്രസിന്റെയും സംഘടനാ സംവിധാനത്തെക്കുറിച്ച് നല്ല ബോധ്യമുള്ളയാളല്ലേ? ഇപ്പം ഞങ്ങളുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയെയോ സംസ്ഥാന സെക്രട്ടറിയെയോ ഈ കോൺഗ്രസ് പ്രഖ്യാപിക്കുന്ന പോലെ ഒരു സുപ്രഭാതത്തിൽ കിട്ടിയ പേരുകളിൽ നിന്ന് മുകളിൽ നിന്ന് കെട്ടിയിറക്കുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. പാർട്ടി ബ്രാഞ്ച് സമ്മേളനം നടത്തി, ഇന്ത്യയിലെ മുഴുവൻ ബ്രാഞ്ച് സമ്മേളനം പൂർത്തീകരിച്ച്, ലോക്കൽ സമ്മേളനം പൂർത്തീകരിച്ച്, പടിപടിയായി സ്റ്റെപ്പായിട്ട് പാർട്ടി കോൺഗ്രസിൽ വെച്ച് ഞങ്ങളുടെ അഖിലേന്ത്യാ സെക്രട്ടറി തെരഞ്ഞെടുത്തു. അതുപോലെ സംസ്ഥാന സമ്മേളനത്തിൽ വെച്ച് സംസ്ഥാന സെക്രട്ടറി തെരഞ്ഞെടുത്തു. കോൺഗ്രസിന്റെ കുറെ പേര് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ഒരു പ്രഖ്യാപനം നടത്തി കെട്ടിത്തൂക്കി ഇറക്കുന്നു. ജനങ്ങൾക്കും ആ പാർട്ടിയിലെ അംഗങ്ങൾക്കും ആ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഇവിടുത്തെ പ്രാദേശിക നേതൃത്വത്തിനും വല്ല റോളും ഉണ്ടോ?
അതേപോലെ കെട്ടിയിറക്കുന്ന സംവിധാനമല്ലല്ലോ ഇതിന്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സംഘടനാ ഘടകങ്ങൾ കൂടി സംഘടനാപരമായി പ്രഖ്യാപിക്കേണ്ട സമയത്ത് കൃത്യമായി പ്രഖ്യാപിക്കും. ഇതിനെല്ലാം നന്നായി തന്നെ ഇന്നലെ സംസ്ഥാന സെക്രട്ടറി മറുപടി പറഞ്ഞതാണ്. അതിന്റെ സംഘടനാപരമായിട്ടുള്ള യോഗങ്ങളെല്ലാം നാളെ ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അടക്കം നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇതൊക്കെ ആയിക്കോട്ടെ, ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റിൽ ഒരു തെരഞ്ഞെടുപ്പ് വന്നു. ആ തെരഞ്ഞെടുപ്പ് വരാനുണ്ടായിട്ടുള്ള സാഹചര്യം, അവിടുത്തെ നിലവിലെ MLA രാജിവെക്കാനുണ്ടായിട്ടുള്ള സാഹചര്യം, ആ MLAക്ക് പൊതുരാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു സ്വാധീനം, അതുപോലെ LDFന്റെ നിന്നപ്പോൾ കിട്ടിയ അംഗീകാരം, ഇപ്പോൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവന, ഞാൻ ഒന്നും വ്യക്തിപരമായിട്ട് പോകുന്നില്ല, ഇതൊക്കെ ജനങ്ങളുടെ മുന്നിലുണ്ട്. ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നോ? ഇത്തരത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 10 മാസമേ ഉള്ളൂ. അതിനു മുമ്പ് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ജനങ്ങളെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നു. ഓരോ ദിവസം നടത്തുന്ന പ്രസ്താവന, ഇടപെടലുകൾ, ഇന്ന് രാവിലെ നിങ്ങളുടെ മാധ്യമത്തിലൂടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ജനങ്ങൾ വിലയിരുത്തട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല ആത്മവിശ്വാസത്തിലാണ്, നല്ല ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. വളരെ സംഘടനാപരമായി രീതിയിൽ തന്നെയാണ് പോകുന്നതിന് മുമ്പ് ശ്രീ എ സജീവന്റെ ആ കാര്യത്തിലെ ഒരു ഒബ്സർവേഷൻ എനിക്ക് ആവശ്യമുണ്ട്. ശ്രീ എ സജീവൻ, അൻവർ UDFന് കൈ കൊടുത്തപ്പോൾ UDF സന്തോഷിച്ചു, പക്ഷെ അത് അവർക്ക് തന്നെ പാരയായി വന്നു. മൂലക്കിരുന്ന കോടാലിയെടുത്ത് കാലിലിടുക എന്നൊരു പ്രയോഗമുണ്ട്. അതാണോ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്? നമുക്കറിയാം, ഇന്ന് VD സതീശനെ എറണാകുളത്ത് കാണുമ്പോൾ അദ്ദേഹം വളരെ വളരെ വിസിബിളി അജിറ്റേറ്റഡ് ആണ്, ഷെയ്ക്കൺ ആണ്. അദ്ദേഹം ദേഷ്യപ്പെടുന്നു. നിങ്ങൾ എന്താണ് ഇമാതിരി ചോദ്യം ചോദിക്കുന്നതെന്നൊക്കെ പത്രക്കാരോട് ചോദിക്കുന്നു. സ്ഥാനാർത്ഥിയെ പറഞ്ഞ സമയത്തിനകം പ്രഖ്യാപിക്കുന്ന, അതുപോലെ നിലമ്പൂർ പോലെ അവർക്ക് വളരെ പ്രതീക്ഷയുള്ളൊരു മണ്ഡലത്തിലെ ഒരു അവസ്ഥയിൽ നിന്നാണ് അദ്ദേഹം എറണാകുളത്ത് പ്രതികരണം നടത്തുന്നതെന്ന് ഓർക്കണം. അപ്പോൾ അൻവർ UDFനും കോൺഗ്രസിനും തലവേദന ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അൻവർ ഒരു കാലത്ത് കോൺഗ്രസ് തലവേദനയായിരുന്നു, കോൺഗ്രസ്സുകാരനായിരുന്ന സമയത്ത്, അത് കഴിഞ്ഞിട്ട് LDFന്റെ ഭാഗമായിട്ട് മാറിയപ്പോൾ അതിന് അതിഭീകരമായ തലവേദനയായിട്ട് മാറി. വീണ്ടും പിണറായിക്കെതിരെ ശക്തമായി തിരിഞ്ഞ സമയത്ത് അത് അവിടെ നമ്മളൊക്കെ അത്ഭുതപ്പെട്ടു പോയത് അൻവറിൻ്റെ രാഷ്ട്രീയ ചരിത്രം അറിയാവുന്ന, അൻവറിൻ്റെ നിലപാടുകൾ അറിയാവുന്ന കോൺഗ്രസ്സുകാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ സറണ്ടർ ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ അത്ഭുതപ്പെട്ടു പോയിരുന്നു. സത്യത്തിൽ ഇന്നത്തെ ദിവസം കോൺഗ്രസ്സുകാരെ, കേരളത്തിലെ കോൺഗ്രസ്സുകാരെയും കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തെയും അഭിനന്ദിക്കേണ്ട ദിവസമാണ്. കാരണം അൻവറിൻ്റെ പിടിവാശിക്ക് മുമ്പിൽ ഒരിക്കലും ഞങ്ങൾ കീഴടങ്ങില്ല എന്ന് വളരെ കൃത്യമായിട്ട് കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുകയാണ്. കാരണം അൻവറിനെ പിണറായിയെ തകർക്കുക എന്നുള്ളതായിരുന്നു, അല്ലെങ്കിൽ CPMനെ തകർക്കുക എന്നുള്ളതായിരുന്നു അൻവറിൻ്റെ കുറച്ചു കാലമായിട്ടുള്ള അജണ്ട. അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അങ്ങനെ തകർക്കണമെങ്കിൽ എൻ്റെ പിന്തുണ വേണ്ടി വരും എന്നുള്ള ഒരു ഹുങ്ക് കൊണ്ട് അദ്ദേഹം പറഞ്ഞത്, നിലമ്പൂരിൽ മത്സരിക്കുമ്പോൾ അത് VS ജോയ് ആയിരിക്കണം, കൃത്യമായൊരു പേര് പറയുകയാണ്. അത് കുറേ കൂടി ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളാവണമെന്നോ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളാവണമെന്നോ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളാവണമെന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്കതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള മാനം മനസ്സിലാക്കാം. പക്ഷെ അതല്ല, VS ജോയ് ആയിരിക്കണം. അപ്പോഴാണ് മാധ്യമപ്രവർത്തകർ അന്ന് ചോദിച്ചത്, അങ്ങനെയാണെങ്കിൽ ഷൗക്കത്തിൻ്റെ നിലപാട്, ഷൗക്കത്താണെങ്കിൽ എന്താണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു സിനിമാക്കാരനല്ലേ, അദ്ദേഹത്തിന് ആ പണിയുണ്ടല്ലോ എന്നൊക്കെ രീതിയിൽ പൂർണ്ണമായിട്ടും പരിഹസിച്ച് മാറ്റി. അത് ഷൗക്കത്തായാലും VS ജോയ് ആയാലും അത് കോൺഗ്രസ് തീരുമാനിക്കേണ്ട കാര്യമാണ്. അതിന് പകരം അവിടെ അൻവർ തീരുമാനിക്കുകയാണ്. കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡോ കോൺഗ്രസിൻ്റെ KPCCയോ കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റിയോ DCCയോ ആരെങ്കിലും ഒരു കൃത്യമായിട്ട് ഒരു തീരുമാനം പറയുന്ന, അല്ലെങ്കിൽ ഒരു അഭിപ്രായമെങ്കിലും പറയുന്നതിനപ്പുറത്ത് അൻവർ തീരുമാനിക്കുകയാണ് VS ജോയ് ആവണം എന്നുള്ള കാര്യം. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് ശേഷം പിന്നീട് അദ്ദേഹം ഇങ്ങനെ കടുപ്പിക്കുകയാണ്, ഓരോ നിലപാടും കടുപ്പിക്കുന്ന രൂപത്തിൽ വരുന്നു. പിന്നീട് ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ഈ ആര് സ്ഥാനാർത്ഥിയായാലാണ് പിന്തുണയ്ക്കുക എന്നുള്ള ചോദ്യത്തിന് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ ഏത് ചെകുത്താനാണെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് അവിടെ മുതൽ തുടങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ക്രിമികടി. ഏത് ചെകുത്താന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഷൗക്കത്താവാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു പ്രശ്നം വന്നുകൊണ്ടാണ് ആ ഒരു മറുപടി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത്തരം ഒരു കടുപ്പ് അവിടെ ശ്രീ എ സജീവൻ, എന്തായിരിക്കും PV അൻവറിന്റെ പ്രശ്നം? 3.5 പതിറ്റാണ്ട് ആര്യാടൻ മുഹമ്മദിന്റെ ഒരു ഫാമിലി പോക്കറ്റ് ബൊറോ ആയിരുന്നു നിലമ്പൂർ. അത് പിടിച്ചെടുത്ത ആളാണ് PV അൻവർ. പിടിച്ചെടുത്ത നിലമ്പൂർ വീണ്ടും ആര്യാടന്മാരുടെ കാൽ കീഴിൽ കൊണ്ടുവെക്കുകയാണോ എന്ന ഒരു വ്യഥ അദ്ദേഹത്തെ പിടികൂടിയിരിക്കാം. ഞാനിനി എന്ത് ചെയ്യും? ഞാൻ MLA ആയിരുന്ന മണ്ഡലമാണ്. ഇനി മുതൽ അങ്ങോട്ട് ആര്യാടൻ മുഹമ്മദിന് ശേഷം ആര്യാടൻ ഷൗക്കത്ത് ഇവിടെ ജയിക്കാൻ പോവാണല്ലോ, ഞാൻ അനാഥനാവുമോ എന്ന പ്രശ്നമായിരിക്കുമോ? ഇതൊന്നും അല്ലാതെ എനിക്ക് കുറച്ചുകൂടി ഫെയർ ആയിട്ടുള്ള അക്കോമഡേഷൻ UDFൽ വേണം, വേറൊരു സീറ്റും വേണം, അതിനുവേണ്ടി ഒന്ന് പിടിച്ചു നോക്കാം, ഒന്ന് സമ്മർദ്ദം ചെലുത്തി നോക്കാം, അതായിരിക്കുമോ? ഇതിൽ ഏതാണ് അദ്ദേഹത്തെ നയിക്കുന്ന വികാരം?
രണ്ട് കാര്യമുണ്ട്. കാരണം ആര്യാടൻ മുഹമ്മദ് ഉണ്ടായിരുന്ന കാലത്ത്, ആര്യാടൻ മുഹമ്മദ് തുടർച്ചയായിട്ട് ജയിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് പോലും അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ അൻവറിനെ പോലുള്ള ആളുകൾ, അൻവർ മാത്രമല്ല കുറേ ആളുകളുണ്ട്, കുറച്ച് ആളുകളുണ്ടായിരുന്നു, അവർ ശക്തമായിട്ട് ആര്യാടൻ വിരുദ്ധമായ നിലപാടെടുക്കുകയും അങ്ങനെ അൻവർ പുറത്തു വരികയും ചെയ്യുമ്പോഴാണ് അതൊരു തരമായിട്ട് മാറ്റി, തന്ത്രമായിട്ട് മാറ്റിയിട്ട് CPM ഇപ്പുറത്തേക്ക് അൻവറിനെ ഒപ്പം കൂട്ടുന്നത്. സത്യത്തിൽ അന്ന് CPM ചെയ്തൊരു അബദ്ധമായിരുന്നത്. കാരണം 2011 ആര്യാടൻ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് 5594 വോട്ടോ മറ്റോ ആണ്. അദ്ദേഹത്തിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അന്ന് തോമസ് മാത്യു ആണ്, അത് സ്വതന്ത്രനായി മത്സരിച്ച തോമസ് മാത്യു ആണ് അന്ന് അവിടെ അത്രയും ഭൂരിപക്ഷം കുറയ്ക്കുന്നൊരവസ്ഥയിലേക്ക് കൊണ്ടുവന്നത്. സത്യത്തിൽ അവിടെ LDFന് അനുകൂലമായിട്ട് ഘടകം മാറി വന്നിരുന്നു. നേരത്തെ കുഞ്ഞാലിയൊക്കെ ഉണ്ടാക്കി തീർത്ത ഒരു LDFൻ്റെ അടിത്തറ അത് വീണ്ടും ശക്തിപ്പെടുത്താൻ പറ്റുമായിരുന്ന ഘട്ടത്തിലാണ് കോൺഗ്രസിൽ നിന്ന് ചാടി വന്നിട്ടുള്ള അൻവറിനെ ഇപ്പുറത്തേക്ക് കൂട്ടിയിട്ട് അതൊരു തരമാക്കി മാറ്റി മാറുന്നത്. അപ്പോൾ അന്ന് തോൽപ്പിച്ചുള്ള ആര്യാടൻ ഷൗക്കത്തിനെയാണ്. ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരിൽ, അവിടെ കോൺഗ്രസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന 2 ഗ്രൂപ്പുണ്ട്. ലീഗിൽ തന്നെ ഈ ആര്യാടൻ മുഹമ്മദിനോടുള്ള കടുത്ത വിരോധമുള്ള ആളുകൾ അവിടെയുണ്ട്. ആ വിരോധം ഷൗക്കത്തിനോടും ലീഗിനപ്പുറത്തേക്ക് മുസ്ലിം സാമുദായിക സംഘടനകളിൽ ആര്യാടൻ ഷൗക്കത്തിനോട് വിരോധമുള്ള ആളുകളുണ്ട്, അദ്ദേഹത്തിൻ്റെ ഈ സാമൂഹിക നിലപാടിൻ്റെയൊക്കെ കാര്യത്തിൽ. അപ്പോൾ ഇതൊക്കെ തരപ്പെടുത്തിക്കൊണ്ടാണ് അവിടെ അൻവർ നേട്ടമുണ്ടാക്കിയത്. പക്ഷേ അൻവറിന് പിന്നീട് 21 പ്രകാശിനോട് എത്ര വോട്ടിന് 2200 ജില്ലാ വോട്ടിനല്ലേ അദ്ദേഹത്തിന് ജയിക്കാൻ പറ്റിയത്. അതുപോലെ അവിടെ പ്രശ്നങ്ങളുണ്ടായത്, അവിടെ പ്രകാശ് ജയിക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു സംഭവം നമ്മൾ മനസ്സിലാക്കണം. സത്യത്തിൽ അൻവറിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് 2 താങ്കൾ ചോദിച്ചില്ലേ. ഒന്ന്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായുള്ള ജീവിതം അവസാനിക്കുന്നൊരു ഘട്ടമായി മാറും. ഇപ്പോൾ അവിടെ ആര്യാടൻ ഷൗക്കത്താണ് വരുന്നതെങ്കിൽ അൻവർ നിലമ്പൂരിൽ അപ്രസക്തനായി മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ആര്യാടൻ മുഹമ്മദിനെ പോലെ തന്നെ ആര്യാടൻ ഷൗക്കത്തും അദ്ദേഹത്തെ സിനിമാ മേഖലയിലൊക്കെ ആണെങ്കിൽ പോലും നല്ല രാഷ്ട്രീയ തന്ത്രജ്ഞനാണ്. തീർച്ചയായിട്ടും അദ്ദേഹം അവിടെ ഉണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരിക്കൽ പോലും അദ്ദേഹം ആവശ്യപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതൊക്കെ ഈ അൻവറിനെ ആര്യാടൻ ഷൗക്കത്തിനെ അദ്ദേഹം അംഗീകരിക്കുമായിരുന്നു. പക്ഷേ അദ്ദേഹം ആവശ്യപ്പെട്ടൊരു കാര്യമുണ്ട്, തൻ്റെ പാർട്ടിയെ UDFൽ എടുക്കണം. അതും പരിഗണിച്ചില്ല, UDFൻ്റെ ഭാഗമാക്കിയില്ല. RMPയെ പോലെ UDFൻ്റെ ഘടകകക്ഷിയല്ലാതെ ഒരു സ്റ്റാറ്റസ് കൊടുത്തുകൊണ്ട് ഒപ്പം നിർത്തുന്ന ഒരു പരിപാടി അതുപോലും ചെയ്തില്ല. ഇപ്പോൾ ഇനി നോക്കാം എന്ന് പോലും പറഞ്ഞെന്ന് പോലും നമുക്കറിയില്ല. അങ്ങനെ 2 പരാജയം അവിടെ അൻവറിനുണ്ടായിട്ട് അതിൻ്റെ ഒരു വലിയ പ്രതിഷേധം അൻവറിൻ്റെ ഈ നിലപാടിലുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ ഒരു കാര്യമുള്ളത്, അൻവർ എപ്പോഴും ഏത് ഘട്ടത്തിലാണെങ്കിലും ഇപ്പോൾ എനിക്ക് അത്ഭുതമില്ല, അൻവർ നാളെ ഇപ്പോൾ CPMലേക്ക് ചാടിയാലോ അല്ലെങ്കിൽ BJPയിലേക്ക് ചാടിയാലോ ഒന്ന് അത്ഭുതപ്പെടാനോ. കാരണം അദ്ദേഹത്തിന് ഒരിക്കൽ പോലും ഈ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇല്ലാത്തൊരാളാണ്. അദ്ദേഹം അപ്പുറം ഇപ്പുറമൊക്കെ പറയുന്നത്. കഴിഞ്ഞ് കുറച്ച് മുമ്പ് പൂരം കലക്കിയത് VD സതീശനാണെന്ന് പറഞ്ഞ ആളാണ് അൻവർ. അപ്പം തിരിച്ച് പറയാനും മറിച്ച് പറയാനും പ്രയാസമില്ലാത്ത ആളായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ പറയാൻ പറ്റില്ല. ഈ രാഷ്ട്രീയ പാർട്ടികൾ LDF ഇദ്ദേഹത്തെ സഹായിക്കുമ്പോൾ അല്ലെങ്കിൽ BJP സഹായിക്കും എന്നുള്ള കാര്യമൊക്കെ വേറെ കാര്യം. പിണറായി സത്തിനെതിരെ പോരാട്ടം പ്രഖ്യാപിച്ച അൻവർ ഇനി പിണറായിക്ക് അനുകൂലമായ സമീപനം എടുക്കുമോ? പിന്നെ അദ്ദേഹം ഇതുവരെ BJPയിൽ പോയിട്ടില്ല, BJPക്ക് സ്ഥാനാർത്ഥിയെ ആയിട്ടുമില്ല. ഇനി പുതിയൊരു രാഷ്ട്രീയ ഫോർമുലേഷൻ വരുമോ? ജൂനിയർ മാൻഡ്രേക്കിനെ സന്തോഷത്തോടു കൂടി ആരേറ്റെടുക്കും തുടങ്ങിയ കൗതുകകരമായ ചോദ്യങ്ങൾക്ക് കേരള രാഷ്ട്രീയം സാക്ഷ്യം വഹിക്കണം. ശ്രീ ഷാജി ആർ നായർ, BJPക്ക് ഇതുവരെ ഒരു സ്ഥാനാർത്ഥി ഇല്ലെന്ന് മാത്രമല്ല സ്ഥാനാർത്ഥിയെ നിർത്തണ്ട എന്ന് BJP ആലോചിക്കുന്നു. ഇന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞപ്പോഴും ഞങ്ങൾക്ക് സ്വാധീനമില്ലാത്ത മണ്ഡലമാണ്, ന്യൂനപക്ഷ കേന്ദ്രീകൃതമായ മണ്ഡലമാണ്, അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പാണ് തുടങ്ങിയ പരാമർശങ്ങളാണ് അദ്ദേഹത്തിൽ നിന്ന് വന്നത്. കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിലെ ഒരു മണ്ഡലമാണ് നിലമ്പൂർ. അപ്പോൾ കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്ന് മുട്ടി നോക്കാനുള്ള ആരോഗ്യം പോലും ഇല്ലാത്ത പാർട്ടിയാണ് BJP എന്ന സന്ദേശമായിരിക്കില്ലേ മത്സരിക്കുന്നില്ലെങ്കിൽ അത് ജനങ്ങൾക്ക് കൊടുക്കുക? അഭിലാഷ്, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം നടത്തിയ പ്രസ്താവനകൾ അതിൻ്റെ പൂർണ്ണരൂപം എൻ്റെ കയ്യിലുണ്ട്. അവിടെ ഒരിടത്ത് പോലും BJP സ്ഥാനാർത്ഥിയെ നിർത്തില്ല എന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനായി വന്നതിന് ശേഷം കേരളത്തിൻ്റെ മുമ്പിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള, സാധാരണ ഒരു ക്ലീഷേ ഉണ്ടല്ലോ തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ തെരഞ്ഞെടുപ്പ് അജണ്ട ഫിക്സ് ചെയ്യും, അതിൻ്റെ പുറകിൽ സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിൻ്റെ ക്യാമ്പയിൻ വരെ കൊണ്ടുപോയി തെരഞ്ഞെടുപ്പ് അവസാനിപ്പിക്കുന്ന ഒരു ക്ലീഷേ രാഷ്ട്രീയം കേരളത്തിലുണ്ട്. അതിൽ നിന്നേറെ വ്യത്യസ്തമായ സമീപനം BJP എടുത്തിട്ടുണ്ട്, BJP സംസ്ഥാന നേതൃത്വം എടുത്തിട്ടുണ്ട്. അതുമാത്രമേ സംഭവിച്ചിട്ടുള്ളൂ.
സ്ഥാനാർത്ഥിയെ നിർത്തില്ല എന്നെങ്കിലും പറഞ്ഞിട്ടില്ല. എന്താ BJP മുമ്പോട്ട് വെച്ചൊരു പ്രധാനപ്പെട്ട വിഷയം? ഇപ്പൊ തന്നെ നമ്മൾ ഒരു നിമിഷം അങ്ങിലേക്ക് ഞാൻ വരാം. ഇപ്പോൾ ഈ ദിവസത്തെ സ്റ്റാർ, നമ്മുടെ പ്രഖ്യാപിക്കപ്പെട്ട ആദ്യത്തെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് നമ്മോടൊപ്പം ഉണ്ട്. ആര്യാടൻ ഷൗക്കത്ത്, ആദ്യമേ അഭിനന്ദനങ്ങൾ, കൺഗ്രാറ്റുലേഷൻസ്. താങ്കളുടെ പേരാണ് ഔദ്യോഗികമായി ഇപ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ അച്ഛന്റെ തട്ടകമായിരുന്നു, ആര്യാടൻ മുഹമ്മദിന്റെ തട്ടകമായിരുന്നു നിലമ്പൂർ. ആര്യാടൻ ആ ഒരു എന്താ പറയുക, ആ പാരമ്പര്യം തുടരാനുള്ള ഒരു വലിയ ഓപ്പർച്യൂണിറ്റി താങ്കളെ സംബന്ധിച്ച് കിട്ടിയിരിക്കുകയാണ്. എന്തു തോന്നുന്നു? അല്ല, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പാർട്ടി എന്നെ വലിയൊരു ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ ഗൗരവം പൂർണ്ണമായി ഉൾക്കൊള്ളുന്നു. എന്നെപ്പോലെ തന്നെ സ്ഥാനാർത്ഥികളാവാൻ അർഹതയും യോഗ്യതയുമുള്ള നിരവധി ആളുകൾ മലപ്പുറത്ത് തന്നെയുണ്ട്. പക്ഷേ എന്നിട്ടും എന്നെ ഈ ഉത്തരവാദിത്തം ഏൽപ്പിച്ചതിൻ്റെ പൂർണ്ണമായ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഒറ്റക്കെട്ടായിട്ടായിരിക്കും മുന്നോട്ട് പോവുക. യാതൊരു സംശയവും കാര്യത്തിലില്ല. എൻ്റെ പിതാവ് 34 വർഷക്കാലമായി നിലമ്പൂരിൽ നടത്തിയ പ്രവർത്തനങ്ങൾ പലപ്പോഴും UDF ഗവൺമെൻറ് മാറിയതിന് ശേഷം അതിന് തുടർച്ചയായ പ്രവർത്തനം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല. അതുമാത്രമല്ല, നിലമ്പൂരിൽ വി വി പ്രകാശും ഒരു വലിയ സ്വപ്ന സാക്ഷാത്കാരവുമായിട്ട് കുറേ പദ്ധതികളുമായി മുന്നോട്ട് പോയ ഒരാളാണ്. ഇവരുടെ രണ്ടുപേരുടെയും സ്വപ്ന സാക്ഷാത്കാരം, കഴിഞ്ഞ കാലത്ത് ചെയ്ത കാര്യങ്ങൾ, അതിൻ്റെ പൂർത്തീകരണം, അതേപോലെ തന്നെ വി പ്രകാശിൻ്റെ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരമായ പ്രവർത്തനങ്ങൾ, ഇത് രണ്ടും ചെയ്തു തീർക്കുക എന്ന വലിയൊരു ഉത്തരവാദിത്വം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. മറ്റൊന്ന്, നിലമ്പൂരിൽ അനുഭവിക്കുന്ന ദുരിതപൂർണമായ അവസ്ഥ ഇന്ന് കർഷകർ കൂട്ടമായി ആക്രമിക്കപ്പെടുന്നു. ആദിവാസികൾ കാട്ടാനം ആക്രമിച്ച് വളരെ പൈശാചികമായി കൊന്നൊടുക്കുന്നു. കാട്ടുമൃഗങ്ങൾ, കടുവയടക്കം മനുഷ്യരെ ഭക്ഷിക്കാൻ വേണ്ടി പിടിച്ചു കൊണ്ടുപോകുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാകുന്നു. ഇതിനൊന്നും യാതൊരു പരിഹാരവും നിർദ്ദേശിക്കാൻ കഴിയാത്തൊരു ഗവൺമെൻറ് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുക. ഒരു പരിഹാരവും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു സുരക്ഷിതത്വവും ഈ പറയുന്ന സാധാരണക്കാർക്ക്, ഈ മണ്ണിൽ അധ്വാനിക്കുന്ന കർഷകർക്ക് ഉണ്ടായിട്ടില്ല. 50കളിലും 60കളിലുമൊക്കെ മധ്യ തിരുവിതാംകൂറിൽ നിന്നുമൊക്കെ ഇവിടെ കുടിയേറി വന്ന ആ കർഷകർ ഈ നിലമ്പൂരിൽ വന്ന് ഇവിടെ അധ്വാനിച്ച് ഈ മണ്ണിൽ സ്വർണം വിളയിക്കാൻ കഴിയുമെന്ന് നമ്മളെ പഠിപ്പിച്ചു തന്നവരാണ്. അങ്ങനെ പഠിപ്പിച്ചു തന്ന അവർക്ക് തന്നെ അവരധ്വാനിച്ച് വിയർപ്പൊഴുക്കിയ മണ്ണിൽ അവർ തന്നെ കാട്ടുമൃഗങ്ങളുടെ ആക്രമണമേറ്റ് ക്രൂരമായി രക്തം ചിന്തി മരിക്കേണ്ടി വരുന്ന ഒരവസ്ഥാവിശേഷം നിലമ്പൂരിൽ ഉണ്ടാവുന്നു. മലപ്പുറം ജില്ലയിൽ ഏറ്റവും അധികം മലയോര കർഷകരുള്ള പ്രദേശം കൂടിയാണ് നിലമ്പൂർ. ഇത്തരം പ്രശ്നങ്ങളൊക്കെ, ഇതിനൊക്കെ പരിഹാരമുണ്ടാവാൻ, അതിനുവേണ്ടി ഈ കർഷകരുടെ കൂടെ, ഈ സാധാരണക്കാരൻ്റെ കൂടെ, ഇവിടുത്തെ ആദിവാസി സുഹൃത്തുക്കളുടെ കൂടെ നിലനിന്നുകൊണ്ടുള്ള പോരാട്ടം എന്ന് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും ആര്യാടൻ ഷൗക്കത്ത്, ഇപ്പോൾ താങ്കൾക്കെതിരെ ഒരു യുദ്ധപ്രഖ്യാപനം തന്നെ PV അൻവർ നടത്തിയിട്ടുണ്ട്. PV അൻവറിന്റെ ഈ നിലപാട് ഒരു തിരിച്ചടിയാകും എന്ന് തോന്നലുണ്ടോ, ആശങ്കയുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ 9 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ കുറിച്ച് ഐക്യ ജനാധിപത്യ മുന്നണി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് PV അൻവറും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിലമ്പൂരിൽ തോൽപ്പിക്കേണ്ടതും മത്സരിക്കേണ്ടതും തോൽപ്പിക്കേണ്ടതും പരാജയപ്പെടുത്തേണ്ട സ്ഥാനാർത്ഥി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് എന്ന് എല്ലാവർക്കും ബോധ്യമാണ്. ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കണമെങ്കിൽ എന്ത് നിലപാടുകൾ സ്വീകരിക്കണമെന്ന് എല്ലാവരും ആലോചിക്കേണ്ടതാണ്. അതിൽ യോജിച്ച തീരുമാനമുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തൊക്കെയായാലും ഇത്തരം കാര്യങ്ങളിലൊക്കെയുള്ള ചർച്ചകൾ നടത്തേണ്ടത് ഞാനല്ല, ഈ കാര്യങ്ങൾ അഭിപ്രായം പറയേണ്ടത് ഞാനല്ല, അത് UDFൻ്റെ നേതാക്കന്മാരാണ്, എൻ്റെ നേതാക്കന്മാരാണ്. അവർ ഈ കാര്യങ്ങളിൽ ചർച്ച ചെയ്ത് യുക്തവും വ്യക്തവുമായ അഭിപ്രായങ്ങൾ അവർ പറയുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അൻവർ മത്സരിക്കുകയാണെങ്കിൽ അൻവർ ആയിരിക്കുമോ മുഖ്യ എതിരാളി, അതോ LDFന്റെ സ്ഥാനാർത്ഥി ആയിരിക്കുമോ മുഖ്യ എതിരാളി? മാത്രം ഒരു ബൈറ്റും കൂടെ. അദ്ദേഹം അദ്ദേഹം പോയിരിക്കുകയാണ്. സ്ഥാനാർത്ഥിയായ ആദ്യത്തെ ദിവസമാണ്, സ്വാഭാവികമായും വലിയ തിരക്കുള്ള ദിവസമാണ്. നമുക്ക് ഇടവേളയ്ക്ക് മുമ്പ് ഷാജിയാർ നായർ, ഇപ്പോൾ താങ്കൾ പറഞ്ഞു ഒരിക്കലും മത്സരിക്കാൻ ഇല്ല എന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടില്ല എന്നൊക്കെ. PV അൻവർ ഞാൻ മത്സരിക്കും എന്ന് ഔദ്യോഗികമായി പറഞ്ഞില്ലെങ്കിലും മത്സരിക്കുമെന്നൊരു സൂചന പുറത്തു വിട്ടുകൊണ്ടിരിക്കുകയാണ്.
എന്താ NDA സ്ഥാനാർത്ഥിയായിട്ട് PV അൻവർ എന്ന ഒരു ആലോചനയിലേക്ക് കടക്കാനുള്ള സമയമായെന്ന് തോന്നുന്നുണ്ടോ? നോക്കൂ അഭിലാഷ്, തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം വന്നപ്പോൾ തന്നെ BJP എടുത്തൊരു നിലപാടുണ്ട്. ആ നിലപാടെന്ന് പറയുന്നത് ഇന്ന് കേരളം കഴിഞ്ഞ 2-3 ദിവസമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു രീതിയുണ്ടല്ലോ. ഞാനതാണ് എനിക്ക് ആദ്യം താങ്കൾ അവസരം തന്നപ്പോൾ ഞാൻ പറഞ്ഞു തുടങ്ങിയത്. പക്ഷേ ഇടയ്ക്ക് ഒരു ചേഞ്ച് വരേണ്ടി വന്നതുകൊണ്ടാണ് എനിക്ക് നിർത്തേണ്ടി വന്നത്. ഞങ്ങളുടെ ഇക്കാര്യത്തിലുള്ള സമീപനം എന്ന് തന്നെ വളരെ കൃത്യമായിരുന്നു. തുടക്കത്തിൽ തന്നെ ഞങ്ങൾ പറഞ്ഞില്ലേ, ഇതിപ്പോൾ PV അൻവറുമായി ബന്ധപ്പെട്ടോ ഇപ്പോൾ UDFൻ്റെ ഒരു പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥിയുമായിട്ട് ചുറ്റിപ്പറ്റി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമേ അല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പോലും മുമ്പോട്ട് വെച്ചത് കോടികൾ ചെലവാക്കി കേരളത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോൾ ഇത് ആർക്ക് വേണ്ടിയിട്ടാണെന്ന് ഈ തെരഞ്ഞെടുപ്പ്? ഇത് നിലമ്പൂരെ ജനങ്ങൾക്ക് ആവശ്യമുണ്ടോ? കേരളത്തിന് ആവശ്യമുണ്ടോ? ഇനിയിപ്പോൾ ഷൗക്കത്ത് അലി അല്ല ആരായാലും അവിടുന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് പോയി തിരുവനന്തപുരത്ത് നമ്മുടെ നിയമസഭയിൽ വന്നൊരു സത്യപ്രതിജ്ഞയും കഴിഞ്ഞ് തിരിച്ച് സ്വന്തം മണ്ഡലത്തിൽ പോയി ഒന്ന് ചുറ്റിക്കറങ്ങി വരുമ്പോഴത്തേക്കും തീരുന്ന കാലാവധിക്ക് വേണ്ടി കോടികൾ മുടക്കി തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ ഒരു സംവിധാനമുണ്ടല്ലോ. ഇതെന്ത് സാഹചര്യത്തിൽ കേരളത്തിൽ അടിച്ചേൽപ്പിച്ച ഈ തെരഞ്ഞെടുപ്പ്, അതിൻ്റെ ഒരു സാഹചര്യമല്ലേ നമ്മളിപ്പോൾ ചർച്ച ചെയ്യപ്പെടേണ്ടത്? എന്തുകൊണ്ട് BJP വിഷയത്തിന് ഡിഫറൻറ്റ് ആംഗിളിൽ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു? ഞങ്ങൾ രാജ്യത്തെയും സംസ്ഥാനത്തെയും ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് തെരഞ്ഞെടുപ്പായാലും രാഷ്ട്രീയമായാലും ഞങ്ങൾ 2047 വരുമ്പോഴത്തേക്കും വികസിത ഭാരതത്തെപ്പറ്റി സംസാരിക്കുകയും മുഴുവൻ സംസ്ഥാനങ്ങളും അതിനോടൊപ്പം നടന്നു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. അല്ല, അതൊക്കെ ശരി തന്നെ. പക്ഷേ തെരഞ്ഞെടുപ്പ് കൊണ്ട് കേരളത്തിന്റെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ മാറ്റം വരുന്നില്ല എന്ന് മാത്രമല്ല, ഏതെങ്കിലും കാരണവശാൽ പിണറായി വിജയന്റെ ദുർഭരണത്തെ മാറ്റവും ഉണ്ടാക്കുന്ന തെരഞ്ഞെടുപ്പല്ല എന്ന് തീരുമാനിച്ചാൽ പിന്നെ വല്ല കാര്യമുണ്ടോ? അഭിലാഷേ, അത് പറയാനൊരു പാർട്ടി വേണ്ടതെന്നേ ഇവിടെ. ഞാൻ ചോദിച്ചോട്ടെ, കഴിഞ്ഞ 2 ദിവസമായിട്ട് PV അൻവറിനെ ചുറ്റിപ്പറ്റി നമ്മൾ ചർച്ച ചെയ്തപ്പോൾ PV അൻവർ എന്ന് പറയുന്ന വ്യക്തിയെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്തില്ലല്ലോ. LDFനെ പറ്റി, നിലപാടിനെ പറ്റി ചർച്ച ചെയ്തില്ലല്ലോ. UDFനെ പറ്റി ചർച്ച ചെയ്തില്ലല്ലോ. ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ അടിച്ചേൽപ്പിച്ച ഈ 2 മുന്നണികളുടെ കഴിഞ്ഞകാല നിലപാടുകളെ പറ്റി നമ്മൾ ചർച്ച ചെയ്തില്ലല്ലോ. അത് ചർച്ച ചെയ്യേണ്ടതെന്ന് അതാ BJP ആഗ്രഹിക്കുന്നത്. ഒരാൾക്കും ആവശ്യമില്ലാത്ത എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞ പോലെ ആർക്കോ വേണ്ടി നടക്കുന്ന തെരഞ്ഞെടുപ്പല്ലേ ഇത്? ആർക്ക് വേണം ഈ തെരഞ്ഞെടുപ്പ്? ആ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഒരു ഏതെങ്കിലും വികസന പ്രവർത്തനങ്ങളൊന്ന് ഡ്രാഫ്റ്റ് ചെയ്ത് കൃത്യമായി അവതരിപ്പിച്ച് നടപ്പിലാക്കാൻ സ്പേസോ സമയമോ ഇല്ലാതെ തിരഞ്ഞെടുക്കപ്പെടാമെന്നൊരു MLA പറ്റിയിട്ടില്ല. ആ തെരഞ്ഞെടുപ്പിനെ പറ്റിയല്ലേ നമ്മൾ അതുകൊണ്ടാണ് BJP സ്ഥാനാർത്ഥിയെ അഭിലാഷം ഇത്തിരി സമയം തരണം. ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. കേരളം വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ടത് തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ പോലും കഴിഞ്ഞ 2 ദിവസം നമ്മൾ ചർച്ച എവിടേക്കാണ് നമ്മൾ നിന്ന് ചർച്ച ചെയ്തത്? ഈ നിലമ്പൂര് താങ്കൾക്ക് കൂടുതൽ സമയം തരാം. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറാണ് എന്നുള്ളതാണ് BJPയുടെ അഭിപ്രായം. ചർച്ചയിലേക്ക് വീണ്ടും ശ്രീ റിജിൽ മാക്കുറ്റി, ഇപ്പൊ ഇന്നത്തെ ഒരൊറ്റ അനുഭവം വെച്ച് തന്നെ PV അൻവറിനെ UDFൽ അക്കോമഡേറ്റ് ചെയ്ത് പിണറായി സത്തിനെതിരെ പോരാട്ടം നടത്താൻ കഴിയും എന്ന നിങ്ങളുടെ പ്രതീക്ഷ തെറ്റിയില്ലേ? ഇതുപോലെ ആവും ഏത് വിഷയത്തിലും. ഇത് വളരെ നിർണായകമായ ഘട്ടമാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാൻ പോകുന്ന ഘട്ടത്തിൽ വലിയ സമ്മർദ്ദമുണ്ടായി. ആ സമ്മർദ്ദം പാർട്ടി നേതാക്കൾക്കെല്ലാം ഉണ്ടായി. അണികൾക്കിടയിൽ കൺഫ്യൂഷൻ ഉണ്ടായി. ഇനിയിപ്പോൾ ചിലപ്പോൾ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള എതിരഭിപ്രായം ഉണ്ടാകുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ചിലപ്പോൾ നോമിനേഷൻ പിൻവലിക്കാനുള്ള അവസാന തീയതി വരെ സമ്മർദ്ദ തന്ത്രം വേറെയും ഉണ്ടാകാം. നമ്മളത് പാലക്കാടും അതുപോലെ തന്നെ ചേലക്കരയിലും കണ്ടതാണ്. അപ്പോൾ നിത്യ തലവേദനയായ ഒരു സംവിധാനത്തെ എടുത്ത് മുന്നണിക്കകത്ത് വെക്കേണ്ട വല്ല ആവശ്യവും കോൺഗ്രസിനും UDFനും ഉണ്ടോ? ശ്രീ അഭിലാഷേ, ഞാൻ ഒരു കാര്യം പറയാം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിലമ്പൂരിൽ. ആ നിലമ്പൂരിൽ വിജയിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അവിടെ ജയിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു തർക്കമില്ല. ഞാൻ പറയാൻ പോകുന്ന 20,000-നും 25,000-നും മുകളിലുള്ള ഭൂരിപക്ഷത്തിൽ ഈ തവണ ഞങ്ങൾ നിലമ്പൂർ ജയിക്കും. ആ രൂപത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. പിന്നെ ഇതൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ സ്ഥാനാർത്ഥി വന്നിരിക്കുന്നു. അത് ഞങ്ങൾ KPCC ജനറൽ സെക്രട്ടറി ആയി ദീർഘകാലം നിലമ്പൂർ പ്രവർത്തിച്ച് നിലമ്പൂർ മുനിസിപ്പൽ ചെയർമാനായി അവിടെ എല്ലാ രാഷ്ട്രീയ രംഗത്തും സാംസ്കാരിക സാമൂഹിക രംഗത്ത് അത്യുജ്വലമായി പ്രവർത്തിച്ച ഒരു നേതാവിനെയാണ് ഞങ്ങൾ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. തീർച്ചയായും ഞങ്ങൾക്ക് അതിനകത്ത് യാതൊരു പ്രശ്നവുമില്ല. ഇപ്പോൾ LDFൻ്റെ പ്രതിനിധി CPM പ്രതിനിധി ഇവിടെ പറയുന്നിട്ട് ഞങ്ങളുടെ സംഘടനാ സംവിധാനം പിന്നെ
ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റി, പോളിറ്റ് ബ്യൂറോ ഒക്കെ പറയുന്നുണ്ടെന്ന് പറയും. പക്ഷേ തൃക്കാക്കരയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഈ പറയുന്ന അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ പേര് പോലും ചുമരെഴുതി പിന്നെ മാധ്യമങ്ങളെ വിളിച്ച് പിന്നെ സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞ് അവസാനം ആശുപത്രി വെച്ചിട്ടാണല്ലോ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. ആ ഗതികേടൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഞങ്ങൾ അന്തസ്സോടുകൂടി ഞങ്ങളെ ഉജ്ജ്വലനായ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ പാർട്ടിക്ക് വേണ്ടി വെള്ളം കോരുന്ന, ഇതിനുവേണ്ടി പണിയെടുക്കുന്ന അരുൺകുമാറിനെ മാറ്റിക്കൊണ്ട് ഒരു പുതിയ സ്ഥാനാർത്ഥി അവതരിപ്പിച്ചത് LDF ആണ് തൃക്കാക്കരയിൽ. ആ സ്ഥാനാർത്ഥി ഇപ്പോൾ എവിടെയാണെന്ന് പോലും അയാൾ പോയ വഴിക്ക് പുല്ല് പൊളിക്കാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ആ ഗതികേടൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് അന്തസ്സായ സ്ഥാനാർത്ഥികൾ ഞങ്ങൾ പിന്നെ പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും അതോടെ പാലക്കാടും ഇപ്പോൾ നിലമ്പൂരും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി പിണറായി പോരാട്ടം ഞങ്ങളാണ് നടത്തുന്നത്. LDFനെതിരായിട്ടുള്ള പോരാട്ടം ഈ കേരളത്തിലെമ്പാടും നടത്തിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളാണ്. പ്രതിപക്ഷം എന്ന നിലയിൽ അതിശക്തമായ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. അതിൻ്റെ അംഗീകാരമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ലഭിച്ചത്. തീർച്ചയായിട്ടും LDFൻ്റെ സിറ്റിംഗ് സീറ്റായ ചേലക്കരയിൽ പോലും K. രാധാകൃഷ്ണന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടിനെ അതിൻ്റെ പകുതിയിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടല്ലോ. സ്വാഭാവികമായും ചേലക്കര എന്ന് പറയുന്ന ഒരു മണ്ഡലം പയ്യന്നൂർ പോലെ തലശ്ശേരി പോലെ CPMൻ്റെ കുത്തകയാണ്. അവിടെ ഭൂരിപക്ഷം കുറച്ചു. പ്രിയങ്ക ഗാന്ധി മത്സരിച്ച ആ ഉപതെരഞ്ഞെടുപ്പിൽ പോലും രാഹുൽ ഗാന്ധിക്ക് കിട്ടിയേക്കാളും വലിയ ഭൂരിപക്ഷം അതിനുശേഷം ഞങ്ങൾ നേടിയില്ലേ. ആർക്കെതിരെയാണ്? LDFനെതിരെയുള്ള വികാരമാണ് അവിടെ ഉണ്ടായത്. പിണറായിക്കെതിരെയുള്ള വികാരമാണ്. ആ പിണറായിക്കെതിരെയുള്ള വികാരം അവിടെ ഉണ്ടാകും. ഒരു കാര്യം കൂടി പറയാം. എന്താണ് ഇവിടെ RSSുമായി ഇവർ കൃത്യമായ ധാരണയാണ്. ഇപ്പൊ BJP പറഞ്ഞിട്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ CJP മുന്നണി ഇവിടെ പാലക്കാട് ഉണ്ടായതുപോലെ നിലമ്പൂരിലും അതിന്റെ കച്ചവടം നടത്താനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായി അവർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ആണ്. നമുക്കറിയാലോ, അജിത് കുമാർ ഉൾപ്പെടെ RSSന്റെ അല്ലെങ്കിൽ BJPയുടെ കാരുണ്യത്തിൽ നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയുടെ ചെയ്തികൾ, അദ്ദേഹത്തിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങൾ, ഇത്തരം കാര്യങ്ങൾ മുഴുവൻ ഇവിടെ നടക്കും. തള്ളുകൾ തള്ളി നടക്കും. നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ കാണുകയല്ലേ. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിനകത്ത് കൃത്യമായി ചർച്ച ചെയ്യപ്പെടും. നിലമ്പൂർ പോലെ മലയോര മേഖല കർഷകന്മാർ അവിടെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, കടുവയും കാട്ടാനയും കരടിയും അതോടൊപ്പം വന്യമൃഗങ്ങളിൽ ആക്രമണത്തിൽ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനതയുടെ മുമ്പിലാണ് ഒന്നും ചെയ്യാതെ നിർഗുണ പരബ്രഹ്മമായ ഒരു വനം മന്ത്രിയും വനം വകുപ്പുമുള്ള ആ നിയോജക മണ്ഡലത്തിൽ ജനങ്ങൾ ഇവർക്ക് വോട്ട് ചെയ്യുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ ആ മലയോര കർഷകരുൾപ്പെടെ അവിടെ RSSുമായി സന്ധി ചെയ്യാൻ പിണറായി വിജയൻ തീരുമാനിച്ച നിലപാടിനെതിരായി അതിശക്തമായ വികാരം ഈ തെരഞ്ഞെടുപ്പിനകത്തുണ്ടാകും. വലിയ രൂപത്തിൽ ശ്രീ അഭിലാഷെ, ഞാൻ ആദ്യത്തെ ചർച്ചയിൽ പറയുന്നു, നമ്മൾ ഇനിയും കാണേണ്ടതായിട്ടുണ്ട്. വലിയ ഭൂരിപക്ഷം 20,000-നും 25,000 ഇടയിലുള്ള ഭൂരിപക്ഷത്തിൽ നിലമ്പൂരിൽ ആര്യാട് ഷൗക്കത്ത് വിജയിച്ചു വരുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് നിലമ്പൂരിലുള്ളത്. ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. ശരി. അവിടെ അരുൺകുമാർ തൃക്കാക്കരയിൽ, പുതുപ്പള്ളിയിൽ, പാലക്കാട് പല മടങ്ങായിട്ട് UDFന്റെ ഭൂരിപക്ഷം വർദ്ധിച്ചു. ചേലക്കരയിൽ നിങ്ങളുടെ ഭൂരിപക്ഷം കുറയുകയാണ് ചെയ്തത്. ഇവിടെ ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഇതൊരു സിറ്റിംഗ് സീറ്റാണ് LDFനെ സംബന്ധിച്ച്. ഇവിടെ അവകാശപ്പെടുന്ന 20,000, 25,000 വോട്ടിന്റെ ഭൂരിപക്ഷം UDF സ്വന്തമാക്കിയാൽ ഉണ്ടാകാൻ പോകുന്ന ഒരു കാര്യം, പിണറായി 3.0 എന്ന നറേറ്റീവ് പൊളിഞ്ഞു വീഴും. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം വളരെ ശക്തമാണ് എന്നൊരു തോന്നൽ ഉണ്ടാകും. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അടക്കം പ്രതികൂലമായി ബാധിക്കും. ഇതൊരു ലിറ്റ്മസ് ടെസ്റ്റ് ആണെന്ന് നിങ്ങൾ പറയാൻ തയ്യാറുണ്ടോ? കേരളത്തിലെ ജനവികാരം എന്ത് എന്നറിയാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പും കേരളത്തിലെ ജനവികാരം, കേരളം എങ്ങോട്ട് ചിന്തിക്കുന്നു എന്നതിന്റെ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് ആയിരിക്കും നിലമ്പൂർ. ഭരണവും വിലയിരുത്തപ്പെടും. ഞങ്ങൾ അങ്ങനെയാണ് മത്സരിക്കുന്നതെന്ന് പറയാനുള്ള കോൺഫിഡൻസ് LDFനുണ്ടോ? അഭിലാഷേ, ഇവിടെ ഇപ്പോൾ സ്ഥാനാർത്ഥിയെ പെട്ടെന്ന് പ്രഖ്യാപിക്കുന്നു, അതുപോലെ തന്നെ ഭൂരിപക്ഷം കൂട്ടുന്നു മുൻ ഉപതെരഞ്ഞെടുപ്പുകളിൽ എന്നതാണ് ആദ്യത്തെ ചർച്ചാ വിഷയം. ഇവിടെ അച്ഛൻ മരിക്കുമ്പോൾ, അതും ഈ സംസ്ഥാനത്ത് നിരവധി തവണ മുഖ്യമന്ത്രിയായിരുന്ന, അത് ഒരു പൊതുരാഷ്ട്രീയത്തിൽ ഏറ്റവും തിളങ്ങി നിന്ന ഒരു വ്യക്തിത്വം മരിക്കുമ്പോൾ മകനെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കാൻ ഒരു ചർച്ചയുടെ ആവശ്യമൊന്നുമില്ല. ഒരു ഘടകം സെക്രട്ടേറിയറ്റോ കമ്മിറ്റിയോ കൂടണ്ട, പ്രഖ്യാപിക്കാം. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ആ സീറ്റിൽ ഭാര്യയെ പ്രഖ്യാപിക്കാനും ഈ പറഞ്ഞതുപോലെ ജനങ്ങളുടെ അഭിപ്രായമോ പാർട്ടി ഘടകത്തിന്റെ അഭിപ്രായമോ ഒന്നും എടുക്കേണ്ട കാര്യമില്ല. ഇവിടെ തന്നെ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് സാഹചര്യം വരുന്നു. ഒരു കോൺഗ്രസ് നേതാവിന്റെ മകനെ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ കോൺഗ്രസിന് അത്തരത്തിൽ പ്രഖ്യാപിക്കാം. പക്ഷെ CPMന്റെ രീതി അങ്ങനെയല്ലെന്ന് കൃത്യമായി ബോധ്യമുള്ള ആളാണല്ലോ അങ്ങ്. പിന്നെ ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറയാം, വന്യജീവി സംഘർഷം, ഇവിടെ കടുവ പുറത്തു വരുന്നു, വലിയ ആക്രമണം നടക്കുന്നു, ഒന്നും ചെയ്യുന്നില്ല സംസ്ഥാന ഗവൺമെന്റ് എന്ന്. ഈ മണ്ഡലമേ, നിലമ്പൂർ മണ്ഡലം വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമല്ലേ? 2019 ഈ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ അഖിലേന്ത്യാ നേതാവല്ലേ രാഹുൽ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാമ്പയിൻ എന്തായിരുന്നു? ഒന്ന്, വന്യജീവി സംഘർഷം എന്നേക്കുമായി അവസാനിപ്പിക്കും, പാർലമെന്റിൽ ഞാൻ പൊരുതും. അതുപോലെ തന്നെ വയനാട്ടിൽ നിന്ന് കർണാടകത്തിലേക്കുള്ള രാത്രി യാത്രാ നിരോധനം അവസാനിപ്പിക്കാൻ ഞാൻ പൊരുതും എന്നല്ലേ 2019 പറഞ്ഞ്. 5 കൊല്ലം അദ്ദേഹം MP ആയിട്ടിരുന്നില്ലേ? ഈ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാവായിട്ട് പാർലമെന്റിൽ അദ്ദേഹം അപ്പിയർ ചെയ്തില്ലേ? ഏതെങ്കിലും ഒരു ചോദ്യം വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർലമെന്റിൽ ഉന്നയിച്ചോ? ഏതെങ്കിലും ഒരു ചർച്ചയിൽ പങ്കെടുത്തോ? ഏതെങ്കിലും ഒരു സബ്മിഷൻ അവതരിപ്പിച്ചോ? ഈ വന്യജീവി സംഘർഷം, ഈ മണ്ഡലം, ആ പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമാണ് നിലമ്പൂർ.
നിലമ്പൂരിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ ഒരു കൈ വിരൽ ഉയർത്തിയോ? ഇല്ലല്ലോ. 2024 തെരഞ്ഞെടുപ്പിലും അതേ മുദ്രാവാക്യം അദ്ദേഹം ആവർത്തിച്ചില്ലേ? എന്ത്? ഞാൻ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടാൽ വന്യജീവി സംഘർഷം അവസാനിപ്പിക്കും, പാർലമെന്റിൽ അങ്ങ് തല കുത്തി മറയ്ക്കും അവിടെ, അതുപോലെ ഈ രാത്രി യാത്രാ നിരോധനം പിൻവലിപ്പിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? വല്ലതും ചെയ്തോ? പിന്നെ പ്രിയങ്ക ഗാന്ധി വന്നല്ലോ, അവിടെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ആളെ മാറ്റി വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിച്ചു. നിങ്ങൾ പറഞ്ഞല്ലോ അനാവശ്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ഒന്ന് അവിടെ ഈ ലോക്സഭാ മണ്ഡലത്തിൽ, വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ എന്തിനാ അനാവശ്യമായിട്ടുള്ള ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിങ്ങൾ അടിപ്പിച്ചേൽപ്പിച്ച്? അപ്പോഴും ഈ നിലമ്പൂരിലെ ജനങ്ങൾ വോട്ട് ചെയ്തില്ലേ? പ്രിയങ്ക ഗാന്ധിയും അതേ മുദ്രാവാക്യം തന്നെ ആവർത്തിച്ചില്ലേ? ഞാൻ അധികാരത്തിൽ വന്നാൽ, ഞാൻ ജയിച്ചാൽ അത് ചെയ്യും ഇത് ചെയ്യും. ഇന്ത്യൻ പാർലമെന്റിന്റെ പ്രതിപക്ഷ നേതാവായിട്ട് മാറുമ്പോൾ പോലും ഈ സാധാരണക്കാരായ ജനങ്ങൾ, അവിടുത്തെ കുടിയേറ്റ കർഷകർ, അവർക്ക് വേണ്ടി ഒരു ചോദ്യം, ഒരു വിരൽ അനക്കിയോ? ഇന്ത്യൻ പാർലമെന്റിൽ ഏറ്റവും കുറച്ച് നാള് ഹാജരായ ഒരു വ്യക്തിത്വമല്ലേ ഈ രാഹുൽ ഗാന്ധി? പ്രധാനമന്ത്രിയെ പോലെ തന്നെ ഏറ്റവും കുറച്ച് ചോദ്യം ചോദിച്ച ആളല്ലേ? ഏറ്റവും കുറച്ച് സബ്മിഷൻ നടത്തിയ ആളല്ലേ? ഏറ്റവും ചർച്ചയുടെ ഭാഗമായി പങ്കെടുത്ത ആളല്ലേ? എന്നിട്ട് പറയുകയാണ് ഈ വന്യജീവി സംഘർഷത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെന്റിനാണ്. ഞങ്ങൾ ചങ്കുറ്റത്തോടെ പറയുന്നു, ഈ വന്യജീവി സാഹചര്യം ഒരുക്കിയതെല്ലാം ഇന്ത്യയുടെ പാർലമെന്റിൽ അല്ല. ഞാൻ പറയട്ടെ, ഇന്ത്യയുടെ പാർലമെന്റിൽ നിയമം കൊണ്ടുവന്നത്, ഇന്ത്യയുടെ പാർലമെന്റിൽ നിയമത്തിൽ അമെന്റ്മെന്റ് കൊണ്ടുവന്നത്, ആ നിയമം ഇത്രയും കർക്കശമാക്കിയതെല്ലാം കോൺഗ്രസ് ആണ്. അവസാന ഘട്ടത്തിൽ BJP അതിന് കൃത്യമായി വളം വെച്ചു കൊടുക്കുന്നു. പിന്നെ BJPയുടെ പ്രതീതി പറയുകയാണ് ഈ തെരഞ്ഞെടുപ്പല്ലേ, അടിച്ചേൽപ്പിച്ചതല്ലേ, ഞങ്ങൾക്ക് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തും എന്ന് പോലും പറയാൻ പറ്റാത്ത തരത്തിലേക്ക് കേരളം പിടിക്കാൻ പോകുന്ന മുന്നണി, NDA മുന്നണി, കേരളം ഇപ്പൊ തലകുത്തി മറയ്ക്കും. മാറ്റം എന്ന് പറഞ്ഞ കേരളത്തിൽ മുഴുവൻ പോസ്റ്ററാ. ഈ 2016 തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് 12,284 വോട്ട് കിട്ടി. സ്വന്തം മൊത്തത്തിൽ പോൾ ചെയ്ത വോട്ടിന്റെ 8% വോട്ട് കിട്ടിയ പാർട്ടി 2021 നിങ്ങൾക്ക് 5% വോട്ട് കിട്ടി. 8,595 വോട്ട് കിട്ടി. ആ ഒരു 8,500 വോട്ട് ലാസ്റ്റ് തെരഞ്ഞെടുപ്പ് കിട്ടിയിട്ടുണ്ടല്ലോ. ആ വോട്ടർമാർക്കോട് പോലും നീതി പുലർത്താൻ കഴിയാതെ ഒരു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്തുമോ എന്ന് പോലും പറയാൻ പറ്റാത്ത ഒരു മുന്നണിയായിട്ട് NDA മാറി. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമാണ്, BJP സ്ഥാനാർത്ഥിയെ നിർത്തിയാലും നിർത്തിയില്ലെങ്കിലും SDPI 4,751 വോട്ട് വരെ കിട്ടിയവരാ, അതായത് 3% വോട്ട് കിട്ടിയവരാ. അവര് നിർത്തിയാലും ഇല്ലെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വിജയിക്കാനുള്ള സംഘടനാ തയ്യാറെടുപ്പ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. കാരണം ലാസ്റ്റ് തെരഞ്ഞെടുപ്പിലടക്കം ഞങ്ങൾക്ക് ഏകദേശം 46-47% വോട്ടുണ്ട്. ആരെങ്കിലും ഇവിടുന്ന് അപ്പുറത്തേക്ക് പോയി എന്ന് വെച്ചിട്ട് ആ വോട്ടിന് ഒരു കുറവും വരില്ല. ഒരൊറ്റ പാർട്ടി അംഗത്തെ പോലും കൂടെ കൊണ്ടുപോകാൻ ഇടയ്ക്ക് വെച്ച് പോയ ഈ തെരഞ്ഞെടുപ്പിന് സാഹചര്യം ഒരുക്കി ആൾക്ക് പറ്റിയിട്ടില്ല. അതുകൊണ്ട് പാർട്ടി സംവിധാനം ശക്തമാണ്. ഞങ്ങളുടെ മുദ്രാവാക്യം LDF ഗവൺമെന്റിന്റെ പ്രകടന പത്രിക തന്നെയാണ്, അതുപോലെ പ്രോഗ്രസ് റിപ്പോർട്ടാണ്. കൃത്യമായി നടപ്പാക്കിയ കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ചുകൊണ്ട് ഒരു വൻ വിജയം നേടുന്ന തരത്തിലേക്ക് ഈ മണ്ഡലം ഞങ്ങൾ മാറ്റും. ശരി, ശ്രീ A. സജീവൻ, LDFന്റെ സ്ഥാനാർത്ഥി നിർണയത്തിന് അവർ നല്ലതുപോലെ കഷ്ടപ്പെടുമെന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? ഈ സീറ്റ് LDFനെ സംബന്ധിച്ച് അനായാസം വിട്ടുകൊടുക്കാൻ കഴിയുന്ന ഒരു സീറ്റല്ല. ഒന്ന്, അവരുടെ സിറ്റിംഗ് സീറ്റാണ്. 2, അൻവറിനെ തോൽപ്പിക്കുക എന്നുള്ളത് രാഷ്ട്രീയമായ അനിവാര്യതയാണ്. സാക്ഷാൽ പിണറായി വിജയനെ വെല്ലുവിളിച്ച് യുദ്ധം പ്രഖ്യാപിച്ച് പിണറായി സത്തിനെതിരെയുള്ള പോരാട്ടമാണ് ഞാൻ നടത്തുന്നത് എന്ന് പറഞ്ഞു പോയ ആളാണ് അൻവർ. അപ്പോൾ അൻവർ ഇല്ലെങ്കിലും നിലമ്പൂർ ഞങ്ങൾക്കൊപ്പം ഉണ്ട് എന്ന് തെളിയിക്കാനുള്ള രാഷ്ട്രീയമായ ഉത്തരവാദിത്വം, ഭരണവിരുദ്ധ വികാരമില്ല, പിണറായി 3.0 ഇതാ വരാൻ പോകുന്നു എന്ന് പ്രഖ്യാപിക്കാനുള്ള അവസരം. അതുകൊണ്ട് ഒരു തരത്തിലും LDFന് തോൽവിയെ അഫോർഡ് ചെയ്യാൻ കഴിയില്ല. LDF ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നോക്കിക്കാണുമെന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? അഭിലാഷ്, തീർച്ചയായും താങ്കൾ പറഞ്ഞ പോലെ മറ്റ് മണ്ഡലങ്ങളിലെ തോൽവി, ഇപ്പോൾ തൃക്കാക്കര ഉൾപ്പെടെ ഉള്ള മണ്ഡലങ്ങളിലെ തോൽവി പോലെയല്ല ഇവിടെ ഈ നിലമ്പൂരിലെ തോൽവി ഉണ്ടായാൽ LDFനെ ബാധിക്കുക. അത് അവരുടെ സിറ്റിംഗ് സീറ്റാണെന്നുള്ളതിനേക്കാളൊക്കെ അപ്പുറത്ത് അൻവറിൻ്റെ മുന്നിൽ മുട്ടുകുത്തുന്ന ഒരവസ്ഥ ഉണ്ടായിത്തീരും. അൻവറിന് ഈ അദ്ദേഹം പറയുന്ന രൂപത്തിലുള്ള പിണറായിസം, ആ പിണറായിസത്തെ ഞാൻ തകർത്തു. അതിനിപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചാലും അൻവർ പറയാൻ പോകുന്നത് ഞാൻ ഈ പിണറായിസത്തെ തകർത്തു എന്നുള്ളതായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് അൻവറിൻ്റെ മുന്നിൽ മുട്ടുകെത്തുക എന്ന് പറയുന്നത് വലിയ ഒരു പരീക്ഷണമാണ് LDFനെ സംബന്ധിച്ചത്. ഒരു വലിയ വെല്ലുവിളിയാണ്. UDF ജയിക്കുന്നു എന്നുള്ളതല്ല, ആര്യാടൻ ഷൗക്കത്ത് ജയിക്കുന്നു പറയുന്നത് വേണമെങ്കിൽ എത്രയോ കാലമായിട്ട് UDFൻ്റെ മണ്ഡലമാണ്, അവിടെ അവർ ജയിച്ചു എന്ന രീതിയിൽ ആ രീതിയിൽ വ്യാഖ്യാനിക്കാം. പക്ഷേ അതുപോലെയല്ല, അൻവർ ഇപ്പോൾ വെല്ലുവിളിച്ച് മുന്നോട്ടേക്ക് പോവുകയും അൻവർ വളരെ കൃത്യമായിട്ട് കുറച്ചു കാലമായിട്ട് പൂർണ്ണമായിട്ടും LDFൻ്റെ ഏറ്റവും പ്രമുഖനായ നേതാവായിട്ടുള്ള പിണറായി വിജയനെതിരെ തന്നെയാണ് പിണറായിസം എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഏറ്റുമുട്ടുന്നത്. അപ്പോൾ ജനങ്ങളും പിണറായിസവും തമ്മിലുള്ള പോരാട്ടമാണ് നിലമ്പൂരിൽ നടക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം പോലും അൻവർ പറഞ്ഞു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു തോൽവി ഉണ്ടാവുക എന്ന് പറയുന്നത് LDFനെ സംബന്ധിച്ചിടത്തോളം, CPMനെ സംബന്ധിച്ചിടത്തോളം വൻ പരാജയമായിരിക്കും, വലിയൊരു തിരിച്ചടിയായിരിക്കും. അതുകൊണ്ട് അവർ സ്ഥാനാർത്ഥി നിർണയത്തിൽ
ഇതുവരെ ഉണ്ടായതുപോലെയല്ല. സ്ഥാനാർത്ഥി നിർണയത്തിൽ വളരെ കരുതലോട് കൂടിയിട്ട് നീക്കം നടത്തിയാൽ മാത്രമേ രക്ഷയുണ്ടാവുകയുള്ളൂ. ആരെങ്കിലും ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയിട്ട് അവിടെ ജയിക്കാമെന്ന് വിചാരിച്ചാൽ പറ്റില്ല. ശക്തനായൊരു സ്ഥാനാർത്ഥി അവിടെ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഉള്ളൊരു പ്രത്യേകത, നേരത്തെ പണ്ട് നമുക്കറിയാവുന്നതാണ്, കുഞ്ഞാലിയുടെ തട്ടകമാണ്. ജനകീയനായിട്ടുള്ള നേതാവിന് അവിടെ വേറെ ഒന്നും വേണ്ട, ജനകീയനാണ് എങ്കിൽ അവിടെ ജനങ്ങൾ വോട്ട് ചെയ്യുമെന്നുള്ളത് തെളിയിക്കപ്പെട്ട ഒരു സ്ഥലമാണ് നിലമ്പൂർ. തികച്ചും രാഷ്ട്രീയമായിട്ടുള്ള അടിത്തറയുള്ള, രാഷ്ട്രീയമായിട്ട് മാത്രം ചിന്തിക്കുന്നൊരു മണ്ഡലമാണ്. അവിടെ അത്തരത്തിലൊരു നേതാവിനെ കണ്ടെത്താൻ പറ്റുമോ? ഏതെങ്കിലും ഒരാൾ, ഇപ്പം നമ്മൾ നേരത്തെ കണ്ട പോലെ പാലക്കാട്ടൊക്കെ കണ്ട പോലെ തട്ടിക്കൂട്ട് സ്ഥാനാർത്ഥിയെ ആയിട്ട് അവിടെ നിന്ന് ഒരാളെങ്കിലും പിടിച്ചു വെച്ചു, അതുകൊണ്ടൊന്നും കാര്യമില്ല. നേരത്തെ അൻവറിനെ, ഞാൻ ഇപ്പോഴും പറയുന്നത്, അൻവറിനെ ആദ്യത്തെ തവണ സ്ഥാനാർത്ഥിയാക്കിയില്ല എങ്കിലും ഒരു പക്ഷേ അത് LDFിൻ്റെ മണ്ഡലമായിട്ട് മാറുമായിരുന്നു. ആ ഒരു സാധ്യത ഉപയോഗിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. വേറൊരാൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് നിന്നു. അതിൻ്റെ ഒരു തിരിച്ചടി കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. അത് മനസ്സിലാക്കിയിട്ട് അതിശക്തനായൊരു സ്ഥാനാർത്ഥിയെ, ആ മണ്ഡലം പിടിക്കാൻ പറ്റുന്ന, കുഞ്ഞാലിക്ക് സദൃശനായിട്ടുള്ള സ്ഥാനാർത്ഥിയെ അവിടെ വെച്ചാൽ മാത്രമേ LDFിന് എന്തെങ്കിലും തരത്തിലും സാധ്യത ഉണ്ടാവുകയുള്ളൂ. അതവർ ചെയ്യുമെന്നുള്ളൂ. അല്ലാതെ ഇപ്പോൾ പറഞ്ഞ പോലെ ഇപ്പം എനിക്കിപ്പോൾ അഭിലാഷ് ചോദിച്ച ഒരു ചോദ്യത്തിന് അരുൺ കൃത്യമായിട്ട് മറുപടി പറഞ്ഞു. അവർ പറയേണ്ട മറുപടി അതാണ്, മറ്റൊന്നുമല്ല. ഞങ്ങൾ വിജയിക്കും. കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണല്ലോ ഈ സർക്കാരിന് 4ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് ഈ പ്രോഗ്രസ് റിപ്പോർട്ട് അവർ പുറത്തിറക്കിയിട്ടുള്ളത്. അപ്പോൾ അത് അത്ര ഇന്ന മണ്ഡലങ്ങളിൽ ഇത്ര കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഈ നിലമ്പൂരിൻ്റെ കാര്യത്തിൽ പോലും 1000 കോടിയുടെ വികസന പരിപാടികൾ നടപ്പാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് വെച്ചുകൊണ്ട് പ്രചരണം നടത്തിയാൽ ഞങ്ങൾ ജയിക്കും എന്നൊരു ആത്മവിശ്വാസം ഉണ്ടോ എന്നുള്ള അഭിലാഷ് ചോദ്യത്തിന് അരുൺകുമാരോട് മറുപടി പറഞ്ഞില്ല. സത്യത്തിൽ LDF മറുപടി പറയേണ്ടതും LDF അത് വെച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകേണ്ടതുമാണ്. അങ്ങനെയാകുമ്പോൾ മാത്രമേ നല്ലൊരു സ്ഥാനാർത്ഥി കൂടി ഉണ്ടെങ്കിൽ അവർക്ക് നിലമ്പൂരിൽ പ്രതീക്ഷയ്ക്ക് വക കിട്ടും. യെസ്, അതാണ് ശ്രീ ഷാജി രാഘവൻ. അപ്പോൾ ഇവിടെ ഇപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് പറയുമ്പോൾ, നിങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തിയില്ലെങ്കിൽ ഉണ്ടാകുന്ന പൊല്ലാപ്പ് വളരെ കൂടുതലാണ്. രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും BJP ബാന്ധവം ആരോപിക്കും. ഇപ്പോൾ CJP എന്ന പദപ്രയോഗമുണ്ടല്ലോ, പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ട്രെൻഡിംഗ് ആയിരുന്നു. കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി എന്ന് കോൺഗ്രസ്സുകാരും കോൺഗ്രസ് ജനതാ പാർട്ടി എന്ന് കമ്മ്യൂണിസ്റ്റുകാരും പറയും. CJP നിങ്ങൾക്കാണ് BJPയുമായി ബന്ധമെന്ന് രണ്ട് കൂട്ടരും പരസ്പരം ആരോപിക്കും. BJPയെ സംബന്ധിച്ച് 8000-ൽ ചില്ലറ വോട്ട് മാത്രമുള്ള മണ്ഡലമാണ്, ശരിയാണ്. എങ്കിൽ പോലും ഒരു മത്സരം കാഴ്ചവെച്ച് 5 നമ്പർ വോട്ടുകൾ പിടിച്ചില്ല എങ്കിൽ അത് നിലമ്പൂരിലെന്നല്ല മൊത്തത്തിൽ ഉണ്ടാക്കുന്ന രാഷ്ട്രീയ ക്ഷീണം വലുതാകില്ലേ? ഇല്ല, അഭിലാഷ് പറഞ്ഞത് തന്നെയാണ് ഞങ്ങളും പറയുന്നത്. എന്തെന്നറിയോ, ഇപ്പോൾ LDFിൻ്റെ UDFിൻ്റെ സ്ഥാനാർത്ഥികൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിഷയമാക്കുന്നത് BJP സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല എന്നുള്ള ഒരു വിഷയം, അല്ലെങ്കിൽ BJP ഏത് മുന്നണിയുടെ കൂടെ ആയിരുന്നു, അല്ലെങ്കിൽ ആർക്കാണ് വോട്ട് ചെയ്തത്, ഇതൊരു വിഷയം. ഇതൊക്കെയല്ലേ ചർച്ച ചെയ്യുന്നത്. ഞങ്ങളതുകൊണ്ടാണ് ഇപ്പോൾ റിജിൽ മാക്കുറ്റി ഈ കാര്യം പറയുന്നതിനോടൊപ്പം തന്നെ ഞാനൊന്ന് അദ്ദേഹത്തോട് ചോദിച്ചോട്ടെ, ഈ ചർച്ചയിൽ ഇത്രയും നേരം അദ്ദേഹം പങ്കെടുത്തല്ലോ, ഈ കേരളം വീണ കഴിഞ്ഞ 10 വർഷത്തെപ്പറ്റി, കേരളം നഷ്ടപ്പെടുത്തിയ 10 വർഷത്തെപ്പറ്റി റിജിൽ മാക്കുറ്റിയോ അല്ലാതെ കോൺഗ്രസ് പാർട്ടിയോ ചർച്ച ചെയ്യുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ചർച്ച ചെയ്യാത്തതെന്നറിയോ? ഈ നിലമ്പൂരിൻ്റെ വികസനം 10 കൊല്ലം നഷ്ടപ്പെടുത്തിയ ആളാണ് PV അൻവർ. ഇന്നിവരിതൊക്കെ പറയും. PV അൻവറിന് വേണ്ടത് എന്തായിരുന്നുള്ളതൊക്കെ സാമാന്യം ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിനൊരു കസേര വേണം UDFിൽ. ഒരു പക്ഷേ കോൺഗ്രസ് ഇപ്പോൾ തൊട്ട് ഈ മണിക്കൂർ തൊട്ട് അദ്ദേഹത്തിൻ്റെ പുറകിലുണ്ടാവാം. ഞാൻ വളരെ കൃത്യമായിട്ട് ചോദിക്കുന്നു, ഈ രണ്ട് നേതാക്കന്മാർ, രണ്ട് മുന്നണിയുടെ പ്രതിനിധിയോട് ചോദിക്കുന്ന, കേരളം ആഗ്രഹിക്കുന്ന BJP NDA മുന്നോട്ട് വച്ചിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചർച്ചാ വിഷയമാക്കാൻ കഴിഞ്ഞ 10 വർഷം നഷ്ടപ്പെടുത്തിയ രാഷ്ട്രീയവും ഗവൺമെൻറ്റിനെ പറ്റി ചർച്ച ചെയ്യാൻ നിങ്ങൾ തയ്യാറുണ്ടോ? കോൺഗ്രസിൻ്റെ പ്രതിനിധി നിലമ്പൂർ, ഇവർ പണ്ട് ഹേബിയസ് കോർപ്പസ് കേസ് കൊടുത്തിട്ടുണ്ട്. എന്തെന്നറിയോ, നിലമ്പൂർ MLA കാണാനില്ലെന്ന് പറഞ്ഞു. അങ്ങനെ കേസ് കൊടുത്തിട്ടുള്ളവരാ കോൺഗ്രസ്സുകാർ നിലമ്പൂർ. അവർ ഈ പറയുന്ന PV അൻവറിനെതിരെ കഴിഞ്ഞ 10 കൊല്ലം നിലമ്പൂരിനെ നഷ്ടപ്പെടുത്തിയ, നിലമ്പൂരിൻ്റെ വികസനത്തെ നഷ്ടപ്പെടുത്തിയ PV അൻവറിനെ പറ്റിയിട്ട് സംസാരിക്കാൻ റിജിൽ മാക്കുറ്റി തയ്യാറാകുമോ? കഴിഞ്ഞ 10 കൊല്ലത്തെ ഈ സംസ്ഥാനത്തെ നഷ്ടപ്പെടുത്തിയ, സംസ്ഥാനത്തെ വീഴ്ത്തിയ, അല്ലെങ്കിൽ സംസ്ഥാനത്തിന് 10 കൊല്ലം നഷ്ടപ്പെടുത്തിയ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ പറ്റി ഇവർ ചർച്ച ചെയ്യാൻ തയ്യാറാകുമോ? ഇവരിപ്പോൾ ചർച്ച ചെയ്യുന്നത് BJP സ്ഥാനാർത്ഥിയെ നിർത്താഞ്ഞത് ആരെ സഹായിക്കാനാണ്? റിജിൽ മാക്കുറ്റി താങ്കൾ പറഞ്ഞത് ഞാൻ കേട്ടു. ഞാൻ താങ്കളോട് ചോദിച്ചോട്ടെ, ഇന്ന് തൃശ്ശൂർ കോടതിയിൽ ഒരു കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. താങ്കൾ അറിഞ്ഞു കാണുമല്ലോ. എന്താ കുറ്റപത്രം എന്നറിയോ? വളരെ അസാധാരണമായ രീതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയെ പോലും പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുന്നു. മുൻ മന്ത്രിമാർ 2 പേര്, നിലവിലുള്ള ഒരു MP ഉൾപ്പെടെ CPMൻ്റെ പ്രമുഖരായ നേതാക്കൾ, 8ഓളം നേതാക്കൾ പ്രതിയായിട്ടുള്ള ഒരു കുറ്റപത്രം
എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഫീസേഴ്സ് ഇന്ന് നമ്മുടെ തൃശ്ശൂർ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുക. ഈ ED എനിക്ക് ഒറ്റ ചോദ്യം റിജിൽ മാക്കുറ്റിയോട് ചോദിക്കാനുള്ളൂ. നിങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് നിങ്ങൾ രണ്ടുപേരും ഒരു മുന്നണിയാണല്ലോ, അരുൺകുമാർ, റിജിൽ മാക്കുറ്റി. നിങ്ങൾ സാധാരണ പറയുന്ന ഒരു രീതിയുണ്ടല്ലോ, എന്താ രാജ്യം മുഴുവൻ പറയുന്നത്? EDയെ BJP ഉപയോഗിക്കുന്നു, സെൻട്രൽ ഗവൺമെൻറ് ഉപയോഗിക്കുന്നു രാഷ്ട്രീയ എതിരാളികളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി. റിജിൽ മാക്കുറ്റിക്ക് ഈ പറയുന്ന കരുവന്നൂർ കേസിൽ ED എടുത്ത കേസ് രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി എടുത്തതാണെന്നുള്ളൊരു നിലപാട് താങ്കൾക്കുണ്ടോ? നിങ്ങൾ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പോലും വിഷയമാക്കാൻ പോകുന്നൊരു വിഷയം ഈ പറയുന്ന കരുവന്നൂർ കേസല്ലേ? അത്ര ശക്തമായി കേരളത്തിലെ CPM ഗവൺമെൻറ്റിനെതിരെ ഈ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ വളരെ കൃത്യമായി അവതരിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ 10 വർഷത്തെ അവരുടെ ഗവൺമെൻറ്റിനെ, കേരളത്തിന് നഷ്ടപ്പെടുത്തിയ ഗവൺമെൻറ് അവതരിപ്പിക്കുക മാത്രമല്ല, അവർ നടത്തിയിട്ടുള്ള മുഴുവൻ അഴിമതികളെ അക്കമിട്ട് നിർത്തിക്കൊണ്ട് അതിന് നേതൃത്വം കൊടുത്ത പാർട്ടിയെ പോലും പ്രതിയാക്കിക്കൊണ്ടൊരു കുറ്റപത്രം സമർപ്പിക്കുന്ന കേന്ദ്ര ഏജൻസി, ആ ഏജൻസിക്ക് നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ്റാണ് പാർട്ടിയും, ഗവൺമെൻറ്റാണ് കേന്ദ്ര ഗവൺമെൻറ്റിൽ ഇരിക്കുന്നത്. ആ ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയാണ് BJP. ആ പാർട്ടിയെ പറ്റിയിട്ടാണ് താങ്കൾ പറയുന്നത് ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്താത്തത് കൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് നിങ്ങൾ പറയും. എന്താ അരുൺകുമാർ പറയുന്നത്? അത് നിങ്ങളെ സഹായിക്കാനാണെന്ന് പറയും. ഈ പെറ്റി രാഷ്ട്രീയം ചർച്ച ചെയ്യാനുള്ളതാണോ ഈ തെരഞ്ഞെടുപ്പുള്ളതാണ് ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് തൻ്റെ ഇടമുണ്ടോ ഈ രാഷ്ട്രീയ സാഹചര്യം ചർച്ച ചെയ്യുമ്പോൾ അടിച്ചേൽപ്പിച്ച ഈ രാഷ്ട്രീയ സാഹചര്യത്തെ പറ്റി ചർച്ച ചെയ്യാൻ? അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ ചോദിച്ചത്, കേരളം ചർച്ച ചെയ്യേണ്ടത് ശരിക്കും ആ വിഷയമല്ലേ, കോടികൾ ചെലവാക്കുന്ന ഈ തെരഞ്ഞെടുപ്പിനെ പറ്റിയല്ലേ? എത്ര സത്യസന്ധമായ കാര്യങ്ങൾക്കാണ് ആ വിഷയം BJPക്ക് സ്ഥാനാർത്ഥിയെ നിർത്തി ജനങ്ങളുടെ മുമ്പിൽ ബോധിപ്പിച്ച് കൂടുതൽ വോട്ടുകൾ വാങ്ങിച്ച് ചർച്ച ചെയ്യാവുന്ന ഒരു വിഷയമാണ്. ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കുറ്റപത്രത്തെ കുറിച്ച് പറയുമ്പോൾ ശരിയാണ്, മുൻ മന്ത്രിമാർക്കെതിരെ അടക്കം കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ EDയുടെ കുറ്റപത്രങ്ങളിലെ കൺവിക്ഷൻ റേറ്റ് വെറും 1% മാത്രമാണെന്ന സത്യം അവിടെ ബാക്കി നിൽക്കുന്നുമുണ്ട്. ചാർജ് ഷീറ്റ് കൊടുത്തതുകൊണ്ട് മാത്രമായില്ല എന്നുള്ളതും. ശ്രീ റിജിൽ മാക്കുറ്റി, ഇവിടെ ഒരു വളരെ ശ്രദ്ധേയമായ പോയിന്റ് സാധാരണ നിലയിൽ ഒരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അങ്ങനെ പറഞ്ഞു പോകരുത്. അല്ല, അത് നമുക്ക് അടുത്ത ഘട്ടത്തിൽ ചർച്ച ചെയ്യാം. അങ്ങനെ പറഞ്ഞു പോകരുത് അഭിലാഷ് മോഹൻ. EDയുടെ കൺവിക്ഷൻ റേറ്റ് ആണ് EDക്ക് 1% കൂടുതൽ കൺവിക്ഷൻ റേറ്റ് ഉണ്ട് എന്ന് അങ്ങേക്ക് അഭിപ്രായം ഉണ്ടോ? EDയുടെ കൺവിക്ഷൻ റേറ്റ് അതിൽ കൂടുതലാണ് എന്ന് അഭിപ്രായം ഉണ്ടോ? അഭിലാഷ് മോഹൻ, ഇന്നലെ വരെ നിങ്ങളും കേരളത്തിലെ മാധ്യമങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? കരുവന്നൂർ കേസ് പോലും അട്ടിമറിക്കുന്നതാണ്. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ നാട്ടിലെ അന്വേഷണ ഏജൻസികൾ ഒരു കേസ് അന്വേഷിക്കാൻ ഈ പറയുന്ന കേസിലെ മുഴുവൻ പേരെയും കൃത്യമായി വിചാരണ ചെയ്തുകൊണ്ട് അവരുടെ അതിനെടുക്കുന്ന സാമാന്യമായ സമയം, ആ സമയത്തെ പോലും നിങ്ങൾ കേരളത്തിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ കരുവന്നൂർ കേസ് പോലും ED അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നതാണ് കേരളത്തിൽ. അത് LDF UDF മാത്രമല്ല, നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾ പോലും അത് തന്നെയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥർ കോഴ വാങ്ങിയ പ്രമാദമായ കേസ് കേരള വിജിലൻസ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ED ഉദ്യോഗസ്ഥർ അക്കാര്യത്തിൽ പ്രതികളാവുന്നുണ്ട്. ED കേസുകൾ അട്ടിമറിക്കാൻ ഇടനിലക്കാർ, ചില ചാർട്ടേഡ് അക്കൗണ്ടന്റുമാർ അടക്കം ഇടനിലക്കുന്നതും അങ്ങനെ ലോബിയിങ് റാക്കറ്റ് വന്നതും ED ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥർ കൂടുതലും CPM-കാരാണ് എന്ന് പറയുന്നത് നമ്മൾ കേട്ടു. ഒരുപാട് കാര്യങ്ങളുണ്ട് അക്കാര്യത്തിൽ ചർച്ച ചെയ്തു പോയാൽ. ശിവശങ്കരൻ വരെ വഴിവിട്ട രീതിയിൽ പണം സമ്പാദിച്ചതിന്റെ ഉത്തരവാദിത്വം പിണറായി വിജയനാണ് എന്ന് പറയാൻ സാധിക്കുന്നുണ്ടോ? നിങ്ങൾ പറയുന്നു ഗവൺമെന്റിന്റെ ഭാഗമായി ചിത്രീകരിക്കുന്നത്. ആ ചിത്രീകരണം തന്നെ നമ്മൾ മനസ്സിലാക്കും. തെരഞ്ഞെടുപ്പിന് മുമ്പിൽ നിങ്ങൾ ഈ വിഷയത്തെ ഈ തരത്തിൽ അവതരിപ്പിക്കുന്നത് തന്നെയാണ് തെറ്റായ സമീപനം. അല്ല, ഞാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗമായിട്ടൊന്നും ചിത്രീകരിച്ചില്ല. എന്റെ പോയിന്റുകൾ എന്തൊക്കെയാ? ഒന്ന്, EDയുടെ കൺവിക്ഷൻ റേറ്റ് വളരെ തുച്ഛമാണ്. 2, കേരളത്തിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, അതായത് BJPക്കെതിരെയുള്ള കൊടകര കള്ളപ്പണ കേസ് അന്വേഷിച്ച അതേ ED സംഘത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ വിജിലൻസ് അന്വേഷിക്കുന്നു. ED ഉദ്യോഗസ്ഥർ അക്കാര്യത്തിൽ പ്രതികളാവുന്നു. ഇതൊക്കെ വസ്തുതകളാണ്. ഞാൻ അത് ചൂണ്ടിക്കാണിച്ചതേ ഉള്ളൂ. അതിന്റെ ഉത്തരവാദിത്വം ആകെ നരേന്ദ്രമോദിക്കാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. വസ്തുതകളാണ് എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, അതാണ് എൻ്റെ പോയിന്റ്. ഇനി ഒരുപാട് സമയം ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനില്ല. എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം റിജിലിനോട് ചോദിക്കാനുള്ളത്. റിജിൽ, നിലവിലുള്ള MLA-യുടെ കെടുകാര്യസ്ഥത, 10 കൊല്ലത്തെ വികസന മുരടിപ്പ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് പ്രചരണം നടത്താൻ കഴിയുമോ? MLA അല്ലെങ്കിൽ സർക്കാർ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് പ്രചരണം നടത്താൻ കഴിയുമോ? അതൊരു മൗലികമായ പ്രശ്നമായി അവിടെ നിൽക്കും. ശ്രീ അഭിലാഷേ, ഈ 9 വർഷക്കാലത്തെ LDF-ന്റെ ഭരണത്തിനെതിരായിട്ടുള്ള വികാരം, അതിനകത്ത് ആ LDF-ന്റെ ഭാഗമായി നിന്നിട്ടുള്ള
കേൾക്കാമോ പറയുന്നത്? കേൾക്കാമോ? കേൾക്കാം അഭിലാഷ കേൾക്കാമോ? കേൾക്കാം. പറഞ്ഞോളൂ, അപ്പോൾ പറഞ്ഞോളൂ, 9 വർഷക്കാലത്തെ LDF ഗവൺമെന്റിനെതിരായിട്ടുള്ള വിലയിരുത്തലാണ് ആ തെരഞ്ഞെടുപ്പിനകത്ത് ഉണ്ടാകാൻ പോകുന്നത്. അവിടെ LDFന്റെ MLA ആയി ശ്രീ PV അൻവർ ആണ് പ്രവർത്തിച്ചത്. അപ്പോൾ LDFന്റെ ഭാഗമായി അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ച് അവിടെ ചർച്ച ചെയ്യപ്പെടും. കേരളത്തിലെ ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടും. അവിടുത്തെ ഭരണവിരുദ്ധ വികാരങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യപ്പെടും. കവളപ്പാറയിൽ 2 പാലമാണ് പ്രളയത്തിൽ ഒഴുകിപ്പോയത്. ഇക്കാലം അത്രയുമായിട്ടും അവിടെ പാലം നിർമ്മിക്കാൻ അവിടുത്തെ ഗവൺമെന്റ് സാധിച്ചിട്ടില്ല. ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമല്ലേ? വന്യമൃഗങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇവിടെ LDFന്റെ പ്രതിനിധി ഇവിടെ പറയാണ്. പിന്നെ രാഹുൽ ഗാന്ധി ഭരിക്കുന്ന BJP ഗവൺമെന്റ്, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ UDFന്റെ MP-മാർ ഉൾപ്പെടെ ഈ വിഷയത്തിനകത്ത് ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ പറയുന്നത് UPA ഗവൺമെന്റ് കൈ ഉയർത്താം. കൈയും കാലും ഒക്കെ ഉയർത്തിയതുകൊണ്ട് തന്നെയാ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ വലിയ ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധിക്ക് ലഭിച്ചത്. കൈ ഉയർത്തിക്കൊണ്ടാണ്. പിന്നൊരു കാര്യം, കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കേണ്ട സമയത്ത് നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി ചോദിക്കുന്ന നേതാവിന്റെ പേര് പിണറായി വിജയൻ എന്നാണ്. ഈ പിണറായി വിജയൻ ഞാൻ പറയട്ടെ, നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി ചോദ്യങ്ങൾ ചോദിക്കുന്ന നേതാവിന്റെ പേര് രാഹുൽ ഗാന്ധി എന്നാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി ചോദ്യങ്ങൾ ചോദിക്കാൻ പേടിയുള്ള പിണറായി വിജയൻ ഭാര്യയും കുടുംബത്തെയും കൂടി നാട് വിട്ട നാണം കെട്ട പിണറായി വിജയനല്ല രാഹുൽ ഗാന്ധി എന്ന് മനസ്സിലാക്കണം. രാജ്യത്തെ ജനങ്ങളുടെ വിഷയങ്ങൾ ഈ രാജ്യത്ത് അവതരിപ്പിച്ച് BJPക്കെതിരായി നിലപാട് പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി. അതെ, ആ ചോദ്യങ്ങളെല്ലാം ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ ചോദിച്ച് പ്രിയങ്ക ഗാന്ധി ചോദിച്ചിട്ട് നിങ്ങളുടെ കഴിവുകേടാണ്, നിങ്ങളല്ലേ ഭരിക്കുന്നത്, നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ? ചെയ്യാൻ പറ്റും. മാത്രമല്ല അഭിലാഷ്, ഞാൻ പറഞ്ഞു വരട്ടെ, നിങ്ങൾക്ക് എങ്ങനെ വോട്ട് ചെയ്യും? നിങ്ങളുടെ മുഖ്യമന്ത്രിയാണ് ഡൽഹിയിൽ പോയി BJPക്ക് വേണ്ടി മലപ്പുറം ജില്ലയിൽ ഈ കേസുകൾ കൂടുന്നു എന്നുൾപ്പെടെയുള്ള കള്ളപ്രചാരം നടത്തി ഒരു നാട്ടിലെ ജനങ്ങളെ സമൂഹത്തെ BJPക്ക് വേണ്ടി ഒറ്റുകൊടുത്ത പിണറായി വിജയനെതിരെ ഈ നിലമ്പൂരിലെ ജനത വോട്ട് ചെയ്യാൻ പോകുക. ഷാഫി പറമ്പിലെതിരെ കാഫിർ ആരോപണം ഉന്നയിച്ചതുപോലെ നിങ്ങൾ നടത്തിയ വർഗീയ പ്രചാരവേലക്ക് ഒക്കെ തിരിച്ചടി എവിടെയുണ്ടാകും? നിലമ്പൂരുണ്ടാകും. നിങ്ങൾ BJPയുടെ ഏജന്റായി കേരളത്തിൽ BJPക്ക് വേണ്ടി പണിയെടുക്കുന്ന പിണറായി വിജയന്റെ രാഷ്ട്രീയത്തിനെ കൃത്യമായി ചോദ്യം ചെയ്യാൻ ഐക്യജനാധിപത്യ മുന്നണി നിലമ്പൂരുണ്ടാകും. ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധി ഉയർത്തിയിട്ടുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം നിലമ്പൂർ ഞങ്ങൾ അനിവാര്യമാണ്. ശരിക്കും ഇനിയിപ്പോൾ ഉപതെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ മഴ ചർച്ച ചെയ്യേണ്ടി വരുമെന്നാണ്. അതുപോലെ മഴ പെയ്യുകയാണ് എന്തായാലും നിലമ്പൂരിൽ. അത്രയും വലിയ പേമാരിയാണ്. എന്തായാലും നമുക്ക് ചർച്ചയിലേക്ക് വരാം. ഒരു അവസരം കൂടി ഉണ്ടാവും ഒരു ഇടവേളയ്ക്ക് ശേഷം. ശ്രീ അരുൺകുമാർ, ഇവിടുത്തെ മർമ്മപ്രധാനമായ വിഷയം ഇത് പിണറായി വിജയന്റെ ഭരണത്തിനുള്ള മാർക്കായി 4 വർഷം പൂർത്തീകരിച്ചല്ലോ, പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കിയല്ലോ. അതിനുള്ള ജനങ്ങളുടെ വിലയിരുത്തലായി നിങ്ങൾ കാണുമോ? ഞങ്ങളുടെ സർക്കാരിന്റെ ഹിതപരിശോധന നടത്തുകയാണ്, ഇത് ജനങ്ങളുടെ മാർക്കായി ഞങ്ങൾ കാണുമേ എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പിന് നേരിടാനുള്ള ചങ്കൂറ്റം ഉണ്ടോ എന്ന ചോദ്യമാണ് നേരത്തെ ഒരു റൗണ്ടിൽ ചോദിക്കാൻ ശ്രമിച്ചത്. അതിനുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഉത്തരം നമുക്ക് ആവശ്യമുണ്ട്. കൃത്യമായിട്ടുള്ള ഉത്തരം പറയാം. അതായത് ഇവിടെ കോൺഗ്രസ് ആവർത്തിക്കുന്നത് പിണറായിസം. PV അൻവർ ഉന്നയിക്കുന്നത് പിണറായിസം. ഈ കേരളത്തിലെ മുഴുവൻ ആളുകളെയും വീടിന്റെ ഉടമസ്ഥന്മാരാക്കി മാറ്റുന്ന ലൈഫ് പദ്ധതി നടപ്പാക്കുന്നത് പിണറായിസമാണെങ്കിൽ നിങ്ങൾ അങ്ങനെ വിളിച്ചോ? എല്ലാവർക്കും ഭൂമി കൊടുക്കുന്ന പട്ടയ വിതരണം നടത്തുന്നു 3 ലക്ഷം സംരംഭങ്ങൾ ആരംഭിച്ചുകൊണ്ട് എല്ലാവർക്കും വിജ്ഞാനത്തിന്റെ ലോകത്തിലേക്ക്, അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസത്തിലേക്ക്, ആരോഗ്യ മേഖലയിലെ വികസനം, മാനവ വിഭവ സൂചികയിലും ഈ കേരളത്തെ ഒന്നാമത് ഇസമാണെങ്കിൽ നിങ്ങൾ വിളിച്ചോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രകടന പത്രിക കൃത്യമായി നടപ്പാക്കി അതിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുന്നു. ആ വാക്ക് പാലിച്ച ഗവൺമെന്റിന് ഈ ഗവൺമെന്റ് അംഗീകാരം കൊടുക്കും. ഇവിടുത്തെ ജനത അംഗീകാരം കൊടുക്കുന്നത് ഒരു സംശയമില്ല. അതെ, ഉപതെരഞ്ഞെടുപ്പിന്റെ കാര്യം തന്നെയാ പറയുന്നത്. ഈ നാട്ടിൽ ജനങ്ങൾക്ക് കൊടുത്ത വാക്ക്, ആ വാക്ക് കൃത്യമായി പാലിച്ച് ഞങ്ങൾ അറിയിക്കുക, ജനങ്ങളോട് മാർക്കിട്ടോടാൻ പറയുകയാണ്. ഈ ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് പാലിച്ച് ഞങ്ങൾ നടപ്പാക്കിയ കാര്യങ്ങൾ ഒന്നുമില്ല. ഇപ്പൊ കേരളത്തിൽ വിള്ളൽ മാത്രമേ നടക്കുന്നുള്ളൂ. തള്ളലിനപ്പുറമുള്ള വിള്ളലല്ലാതെ ഒരു ചുക്കും കേരളം നടക്കുന്നില്ല. ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കിയിട്ടുണ്ടോ? ഒരു പ്രോഗ്രസ് ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് പാലിച്ചത് ജനങ്ങൾ അംഗീകരിക്കും.
ആ അംഗീകാരം ഞങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വിജയിച്ച് മുന്നേറുമെന്ന് ആത്മവിശ്വാസത്തോടെ ഞങ്ങൾ പറയുന്നത്. കാരണം അത്രയ്ക്കകം ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ കഴിഞ്ഞ ഗവൺമെന്റ് ആണ്. വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായില്ലോ, സാമ്പത്തിക ഈ ഉരുൾപൊട്ടൽ ഉണ്ടാക്കിയ ആ ചൂരൽമലയിലും മുണ്ടക്കയിലും മരിച്ചവരുടെ ശവശരീരം ഏറ്റവും കൂടുതൽ അടിഞ്ഞത് ഈ മണ്ഡലത്തിൽ വന്ന. പക്ഷെ നയാ പൈസ ആ ചൂരൽമലയിലെ മുണ്ടക്കയുടെ പേരിൽ തരാത്ത ആ ഗവൺമെന്റിന്റെ പ്രതിനിധി വന്നിരുന്നു പറയാണ് ഞങ്ങൾ ബലമറയ്ക്കും. ഒരു സ്ഥാനാർത്ഥി നിർത്താൻ പോലും ശേഷിയില്ലാതെ വെല്ലുവിളിക്കുകയാണ്. ഒരു 5 പൈസ രാഷ്ട്രീയം തിളയ്ക്കും വരുന്ന ദിവസങ്ങളിൽ എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാം, നമുക്ക് എല്ലാ ദിവസവും ചർച്ച ചെയ്യാം. അതുകൊണ്ട് തന്നെ നിലമ്പൂർ കേരള രാഷ്ട്രീയത്തിന്റെ ഒരു പരിച്ഛേദമായി അരീനയായി മാറുകയാണ്. ഇവിടെ ഇനി നമുക്ക് യുദ്ധം കാണാം. വളരെ നന്ദി 4 പേർക്കും. സൂപ്പർ പ്രൈം ടൈം നിലമ്പൂരിൽ നിന്ന് വിടവാങ്ങുന്നു. നമസ്കാരം.